എല്ലാവർക്കും നമസ്കാരം. പ്രിയ സമാജം കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ലോകം ഇന്ന് ഒരു വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ്. ബഹ്റൈൻ കേരളീയ സമാജവും ഓൺലൈനിൽ വളരെ സജീവമായി പരിപാടികൾ നടത്തിക്കൊണ്ട് പോകുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന കർക്കിടകം എന്ന് പേരിട്ടിരിക്കുന്ന ഈ കഥാ വായനയുടെ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. പല തരത്തിലുള്ള ശബ്ദവിന്യാസങ്ങളിലൂടെ കഥയെ അതിൻ്റെ ആത്മാവിനെ തൊട്ടറിയുന്ന വിധത്തിൽ കഥാ വായനയുടെ ഒരു ശൃംഖല തീർക്കാൻ ശ്രമിക്കുന്ന ഈ ഉദ്യമം എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്. ഇതിന് ഈ പരിപാടിക്ക് ഉദ്ഘാടകനായി നമുക്ക് എല്ലാം പ്രിയങ്കരനായ പ്രൊഫസർ MN കരശ്ശേരി മാഷെ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹം ഇതിനു മുൻപും സമാജത്തിൽ വരികയും നമ്മളോടൊക്കെ സംവദിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ആദ്യ കഥ വായിക്കുന്നത് യുവ സാഹിത്യകാരിയായ ഇന്ദു മേനോനാണ്. ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ സാഹിത്യ വിഭാഗം ശ്രീ ഫിറോസ് തിരുവത്തറയുടെ നേതൃത്വത്തിൽ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ സാഹിത്യാദി പ്രവർത്തനങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നത് വളരെ സന്തോഷകരമായ ഒരു വർത്തമാനമാണ്. കഴിഞ്ഞ 4-5 മാസക്കാലങ്ങളായി COVID-19 മൂലമുള്ള നിയന്ത്രണങ്ങൾ കൊണ്ട് സാഹിത്യ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ സമാജത്തിൽ നടക്കുന്നില്ല. ഇത് എത്ര നാൾ നീണ്ടു നിൽക്കും എന്നും ഉറപ്പില്ല. ഇതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി വെർച്വൽ പ്ലാറ്റ്ഫോമിൽ കൂടി സാഹിത്യകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സംവാദം, അതുപോലെ തന്നെ അവരുടെ സർഗാത്മക പ്രവർത്തനങ്ങളൊക്കെ നടത്തുവാനാണ് ഫിറോസും കൂട്ടരും തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യ പടി എന്ന നിലയിൽ കഥകളുടെ ഒരു വായന, മലയാളത്തിലെ പ്രസിദ്ധയായ കഥാകൃത്ത് ശ്രീമതി ഇന്ദു മേനോൻ അവരുടെ കഥകൾ വായിച്ചുകൊണ്ടാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമുക്കൊക്കെ ചിരപരിചിതനായ കാരശ്ശേരി മാസ്റ്ററാണ്. കാരശ്ശേരി മാസ്റ്റർ ബഹ്റൈൻ കേരളീയ സമാജത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. എത്രയോ തവണ അദ്ദേഹം ഇവിടെ എത്തുകയും നമ്മളുമായി നിരന്തരം സംവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നിരന്തരമായി സമാജത്തിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ സാഹിത്യ വിഭാഗത്തിന് കീഴിൽ സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ ശബ്ദ കഥകളുടെ പ്രമുഖരുടെയും അല്ലെങ്കിൽ മറ്റ് ജനവിഭാഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന വാമൊഴിയായും മറ്റും നിലനിൽക്കുന്ന കഥകൾ, ലോക സാഹിത്യത്തിൽ നിന്ന് തന്നെയുള്ള നിരവധി കഥകൾ, അങ്ങനെ നിരവധി കഥകളുടെ ഒരു സമാഹാരമാണ് ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ കർക്കിടകം എന്ന ഈ കഥാസമാഹാരത്തിലൂടെ നിങ്ങളുടെ മുമ്പിലെത്തുന്നത്. ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ സാഹിത്യ വിഭാഗത്തിനു കീഴിൽ സാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ ശബ്ദ കഥകളുടെ സമാഹാരമായ കർക്കിടകം എന്ന പ്രോഗ്രാം ഇന്ന് ആരംഭിക്കുകയാണ്. നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാർ അവരുടെ സ്വന്തം കഥകൾ പങ്കുവെക്കുന്നതിന്റെ കൂടെ വിവിധ ലോക കഥകൾ, വിവിധ നാടുകളിലെ കഥകൾ, ഇതിഹാസങ്ങളിലെയും പുരാണങ്ങളിലെയും കഥകൾ, വാമൊഴിയായി നിലനിൽക്കുന്ന അനേകം നാടോടി കഥകൾ, അങ്ങനെ കഥയുടെ വ്യത്യസ്തമായ പ്രപഞ്ചങ്ങൾ, ഭാവനയുടെ വലിയ ലോകങ്ങൾ ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളുടെ മുമ്പിലെത്തുകയാണ്. ഇന്ന് കാരശ്ശേരി മാഷ് അത് ഉദ്ഘാടനം ചെയ്യുന്നു. ഇന്ദു മേനോൻ തന്റെ ആദ്യ കഥ വായിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. അതുപോലെ തന്നെ നിരവധി കഥകളാണ്, നിരവധി പ്രമുഖരുടെ കഥകളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത്.
എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ബഹ്റൈൻ കേരളീയ സമാജത്തിനും അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും അതുപോലെ തന്നെ സാഹിത്യവേദിക്കും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ പുറകിൽ പ്രവർത്തിക്കുന്ന ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ BKS സ്റ്റുഡിയോ അംഗങ്ങൾക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്താൻ അവസരം ഉപയോഗപ്പെടുത്തുന്നു. നന്ദി. ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ സമാരാധ്യനായ പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട വർഗീസ് കാരയ്ക്കൽ, സമാജത്തിൻ്റെ സാഹിത്യ വിഭാഗം കൺവീനർ എൻ്റെ നാട്ടുകാരിയും സ്നേഹിതയുമായ ശബനി വാസുദേവ്, സാഹിത്യ വിഭാഗത്തിൻ്റെ സെക്രട്ടറി എൻ്റെ സുഹൃത്ത് ഫിറോസ് തിരുവത്ര. സുഹൃത്തുക്കളെ, ബഹ്റൈനിലെ മലയാളി സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ഞാനിപ്പോൾ ക്യാമറയുടെ മുമ്പിൽ വന്നത് ബഹ്റൈൻ കേരളീയ സമാജത്തിൻ്റെ സാഹിത്യവേദി സംഘടിപ്പിക്കുന്ന കഥകളുടെ തോരാമഴ, കർക്കിടകം പ്രമാണിച്ച് കഥകളുടെ തോരാമഴ എന്നുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ബഹ്റൈൻ കേരളീയ സമാജം എന്ന് പറഞ്ഞാൽ അതിന് വളരെ പ്രത്യേകമായൊരു ചരിത്രമുണ്ട്. അത് 1947 തുടങ്ങിയതാണ് എന്ന് പറഞ്ഞാൽ 73 കൊല്ലത്തെ പാരമ്പര്യം. അത്രയൊക്കെ പഴക്കമുള്ള മലയാള സമാജങ്ങൾ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തൊക്കെ ഉണ്ടോ? അത്ഭുതമാണ്. ഇന്ത്യക്ക് പുറത്ത് ഒരു അറേബ്യൻ നാട്ടിൽ കേരളം ഉണ്ടാകുന്നതിന് 9 കൊല്ലം മുമ്പ് ഈ കേരളീയ സമാജം ഉണ്ടായി. കേരളം ഉണ്ടായത് 1956. അതിന് 9 കൊല്ലം മുമ്പ് 47 ഈ സമാജം ഉണ്ടായി. അവിടെ ഞാൻ ബഹ്റൈനിൽ ആദ്യമായിട്ട് വരുന്നത് 2003 ജൂലൈയിലാണ്. അന്ന് EV രാജീവനാണ് എന്നെ അവിടെ കൊണ്ടുവന്നത്. അന്ന് അവിടെ പിന്നീട് വളരെ പ്രസിദ്ധരായി തീർന്ന ബെന്യാമീനും മനോഹരനൊക്കെ ഉണ്ട് അവിടെ. 17 കൊല്ലം മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഞാൻ പലവട്ടം വന്നു. അവസാനം വന്നത് ഇപ്പോൾ ഈ കേരളീയ സമാജത്തിൻ്റെ സാഹിത്യ സമിതി വിഭാഗമുണ്ട്, സാഹിത്യവേദി. അതിൻ്റെ കൺവീനർ കോഴിക്കോട്ടുകാരത്തി ശബനി വാസുദേവ് ക്ഷണിച്ചിട്ട് ഞാൻ വന്നത്. അന്ന് അവിടെ നമ്മുടെ ഫിറോസ് തിരുവത്ര തുടങ്ങിയുള്ള എത്രയെങ്കിലും സുഹൃത്തുക്കളുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അത്തരത്തിലുള്ള പല ഓർമ്മകളുടെയും ഭാരത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ എപ്പോൾ വന്നപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു രാജീവൻ. അപ്പോൾ ശബ്ദകഥകളുടെ തോരാമഴ എന്നാണ് ഈ പരിപാടിക്ക് പേര്. അതെന്താണെന്ന് വിചാരിച്ചാൽ, കൊറോണയുടെ അവധി ലോകം മുഴുവൻ അടിച്ചേൽപ്പിക്കപ്പെട്ട അവധി, നേരെ പറഞ്ഞാൽ വീട്ടുതടങ്കൽ എന്ന് പറയാം. നമുക്കിപ്പോൾ അതൊക്കെ പത്രത്തിൽ വായിച്ചും പുസ്തകത്തിൽ വായിച്ചൊക്കെയുള്ള പരിചയമുള്ളൂ. നമുക്കിപ്പോൾ അത് അനുഭവമായി വീട്ടുതടങ്കൽ എന്താ. പിന്നെ കർക്കിടകം മലയാളികൾക്ക് പല തരത്തിൽ പല ഓർമ്മകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉള്ള കാലമാണ്. ഇപ്പോൾ രാമായണം വായിക്കുന്ന കാലം രാമായണ മാസം എന്ന് പറയും. പിന്നെ ആയുർവേദ ചികിത്സ ഒക്കെ നടക്കുന്ന കാലമാണ്. പിന്നെ അന്ന് പണ്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് വളരെ ദാരിദ്ര്യമാണ്, പഞ്ഞമാസം എന്ന് പറയും. ഇപ്പോൾ കർക്കിടകം 1-ാം തീയതി ഒരു കലിയം പോവുക എന്നൊരു ഏർപ്പാടുണ്ട്. അത് വലിയൊരു ഒരു ഒരു ചുഴലിക്കാറ്റ് മാതിരി എന്നൊക്കെ കുട്ടിക്കാലത്ത് തോന്നല ചുഴലിക്കാറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രകൃതി, ദാരിദ്ര്യം, മഴ, കാറ്റ് എല്ലാം കൂടി ആയിട്ട് വളരെ കഷ്ടമുള്ളൊരു കാലമാണ്. അപ്പോൾ ആ കഷ്ടസ്ഥിതിയിൽ നിന്ന് മനസ്സിനെ മുക്തമാക്കാൻ വേണ്ടി ആയിരിക്കും രാമായണം വായിക്കുന്നതൊക്കെ തുടങ്ങിയത്. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. അപ്പോൾ എന്താ കാര്യം എന്ന് വിചാരിച്ചാൽ, സൂക്കേടാവുമ്പോൾ മരിച്ചാൽ ഒക്കെ പാരായണം ചെയ്യും. അപ്പോൾ രാമകഥ പാടിയാൽ, രാമനാമം ഉച്ചരിച്ചാൽ മനസ്സിന് ആശ്വാസം കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അങ്ങനെ എഴുത്തച്ഛൻ അങ്ങനെയും കൂടിയാണ് കേരളീയരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത്. അപ്പോൾ
ഞാനിപ്പോൾ കഥകൾ അവതരിപ്പിക്കുന്നത് പുതിയ ചെറുപ്പക്കാരുണ്ട്, ബഹ്റൈനിലുള്ള ആളുകളുണ്ട്, നാട്ടിൽ കേരളത്തിലുള്ള ആളുകളുണ്ട്, പിന്നെ ഇതിനിടയ്ക്ക് പഴയ കഥയും ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ ശബ്ദകഥകളുടെ തോരാമഴ എന്ന് പറഞ്ഞാൽ ഇത് വായിച്ച് അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ ശബ്ദരേഖ മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. പണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അങ്ങനെയുണ്ട്. സിനിമ ഹാളൊക്കെ കുറവാണ്, സിനിമയും കുറവാണ്. അപ്പോൾ സിനിമ വന്നാൽ എല്ലാവർക്കും പോയി കാണാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ശബ്ദരേഖ വിടും ഒരു ആകാശവാണി. അപ്പോൾ അത് ആളുകൾ വളരെ താല്പര്യമായിട്ട് കൗതുകമായിട്ട് വന്ന് കേട്ടിരിക്കും. അപ്പോൾ ഇതിപ്പോൾ വീഡിയോ ആയിട്ടോ ഓഡിയോ ആയിട്ടോ ദൃശ്യമായിട്ടോ ശബ്ദമായിട്ടോ ഒക്കെ അനുവാചകരിലേക്ക്, പ്രേക്ഷകരിലേക്ക്, സദസ്യരിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ കഥാകൃത്തുക്കളുടെ ഇപ്പോഴത്തെ പണി. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ എൻ്റെ പ്രധാനപ്പെട്ട സദസ്യർ ഉള്ളത് അറേബ്യൻ നാട്ടിലാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കഥാഗ്രന്ഥം എന്ന് പറയുന്നത് അറബിക് കഥകളാണ്, അറേബ്യൻ നൈറ്റ്സ്. അത് സത്യത്തിൽ അറബികൾ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു എന്നേ ഉള്ളൂ. അവരുടെ അല്ല അത്. അതാരുടെയാണ്? അത് പേർഷ്യക്കാരുടെയാണ്. അതിൻ്റെ ശരിക്കുള്ള പേര് 1001 രാവുകൾ എന്നാണ്. അതൊക്കെ നമ്മുടെ സിനിമാ പാട്ടിലൊക്കെ വരും. വളരെ ആ കഥകൾ 1001 രാവുകൾ എന്നുള്ളതാണ് നമ്മൾ ചുരുക്കിയിട്ട് അറബിക് കഥകൾ എന്ന് പറയുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ബാഗ്ദാദിൽ നിന്ന് പുറപ്പെട്ട കാൽപ്പനിക സാഹിത്യത്തിൻ്റെ വളരെയധികം വിഭ്രമിപ്പിക്കുന്ന ഒരു ആകരമായിട്ട്, ഒരു രൂപമായിട്ട് അറബിക് കഥകൾ അറിയപ്പെടുന്നുണ്ട് അന്നും ഇന്നും. ഈ കഥകൾ ഉണ്ടായതിനെ പറ്റി ഒരു കഥയുണ്ട്. ഞാൻ ആ കഥ പറയാം. ഈ കഥകൾ ഏത് കാലത്താണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ 8-ാം നൂറ്റാണ്ടിലാണ്. ആ കാലത്ത് ബാഗ്ദാദ് കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ് ഹാറൂൺ അൽ റഷീദ്. അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനത്തിലാണ്, അതായത് 13 നൂറ്റാണ്ട് മുമ്പാണ് ഈ കഥകൾ ഉണ്ടായത്. ഈ ചില കഥകളിലൊക്കെ ചക്രവർത്തി എന്ന കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ പറയുന്നുണ്ട്, ഹാറൂൺ അൽ റഷീദ് എന്ന്. അപ്പോൾ ഈ കഥ ഉണ്ടായതിനെ പറ്റിയുള്ള കഥ വേറൊരു മനോഹരമായ കഥയാണ്. എന്താണെന്ന് വിചാരിച്ചാൽ 2 അയൽരാജ്യങ്ങളാണ്. ഒരു രാജ്യം ജ്യേഷ്ഠൻ ഭരിക്കുന്നു, വേറെ ഒരു രാജ്യം അനിയൻ ഭരിക്കുന്നു. അപ്പോൾ അനിയൻ ജ്യേഷ്ഠനായ രാജാവിനെ കാണാൻ വേണ്ടി പുറപ്പെടുക. വഴിയിൽ വെച്ച് ജ്യേഷ്ഠന് കൊടുക്കാൻ വേണ്ടി, സമ്മാനമായിട്ട് കൊടുക്കാൻ വേണ്ടി എടുത്ത രത്നം എടുക്കാൻ മറന്നുപോയി എന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഒരു മുന്നറിയിപ്പും കൂടാതെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു ചെല്ലുക. അവിടെ ചെന്നപ്പോൾ എന്താ കഥ? തൻ്റെ പട്ടമഹിഷി രാജ്ഞി അവിടുത്തെ വേലക്കാരനുമായിട്ട് തൻ്റെ കിടപ്പറയിൽ ഇണചേരുന്ന രംഗമാണ് അദ്ദേഹം കാണുന്നത്. ആ നിമിഷത്തിൽ തന്നെ അദ്ദേഹം വാളൂരിയിട്ട് രാജ്ഞിയെയും വേലക്കാരനെയും വെട്ടിക്കൊന്നു. മുൻ നിശ്ചയം അനുസരിച്ച് അദ്ദേഹം ജ്യേഷ്ഠൻ്റെ നാട്ടിലേക്ക്, അയൽനാട്ടിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ജ്യേഷ്ഠൻ അനിയൻ വന്ന വകയിൽ ഒരു നായാട്ടൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ടൂർ പോവുക, പിക്നിക്, വിനോദയാത്ര എന്നൊക്കെ പറയല്ലോ, അതിനോരോ പഴയ കാലത്തെ രാജാക്കന്മാർക്കൊക്കെ ഉള്ളത് എന്താണ്? നായാട്ടാണ്. മൃഗയാ വിനോദം എന്ന് സംസ്കൃതത്തിൽ പറയും. അങ്ങനെ ഒരു നായാട്ടിന് പോയിട്ടാണ് നമ്മുടെ നാട്ടിലെ ഒരു രാജാവ് ദുഷ്യന്തൻ അവിടുത്തെ ഒരു കാട്ടുജാതി പെണ്ണിനെ, ശകുന്തള എന്നിവരായ പെണ്ണിനെ കണ്ട് ഭ്രമിച്ച് അവളെ പ്രാപിച്ച് കുട്ടിയുണ്ടായി, അവ മറന്നുപോയി എന്നൊക്കെയുള്ള പ്രശ്നമൊക്കെ ഉണ്ടായത്. നായാട്ടിന് പോയതാ ദുഷ്യന്തൻ. അപ്പോൾ ഈ ജ്യേഷ്ഠനും അഞ്ചനോട് നായാട്ടിന് പോയി. അപ്പോൾ നായാട്ടിന് പോകുമ്പോൾ പൊതുവെ മനസ്സിന് വലിയ ഉത്സാഹം ഉണ്ടാവും. അപ്പോൾ തൻ്റെ അനുജന് യാതൊരു ഉത്സാഹവുമില്ല. അയാൾ വളരെയധികം ഒരു വിഷാദവാനായിട്ട് കാണുന്നു എന്ന് മനസ്സിലായപ്പോൾ ജ്യേഷ്ഠനായ രാജാവ് ചോദിച്ചു, എന്താ നിനക്കിവിടെ വിരുന്ന് വന്നിട്ട് എന്നെ കണ്ടിട്ട് നമ്മളൊന്നിച്ച് യാത്ര ചെയ്തിട്ട് ഇങ്ങനെ നായാട്ടിന് പോയിട്ട് നിനക്കൊരു ഉത്സാഹമില്ലല്ലോ, ഒരു സന്തോഷമില്ലല്ലോ, എന്താ ഇങ്ങനെ വിഷാദവാനായിട്ടിരിക്കുന്നത്? ഉത്സാഹമില്ലാത്ത എന്താണ്, ഉന്മേഷമില്ലാത്ത എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ ഉത്തരം പറയാൻ ഒഴിഞ്ഞു മാറി. പിന്നെ അവസാനം അയാൾ സത്യം പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് ജ്യേഷ്ഠൻ ഞെട്ടി. അപ്പോൾ അനിയൻ പറഞ്ഞു,
എനിക്ക് ഇവരെ രണ്ടുപേരെയും കൊന്നതിലല്ല പ്രയാസം. അത്രയും ഞാൻ സ്നേഹിച്ച ആ പെണ്ണ് എന്നെ ഇങ്ങനെ വഞ്ചിച്ചല്ലോ എന്നാലോചിക്കുമ്പോൾ എന്തൊരു വഞ്ചനയാണ് ഈ സ്ത്രീ മനസ്സിൽ. അതുകൊണ്ട് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അനുജൻ സിദ്ധാന്തിച്ചു, എന്ത്, എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണ്. അപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു, എൻ്റെ ഭാര്യ അങ്ങനെയല്ല, അത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ ജ്യേഷ്ഠനും അനുജനും കൂടി പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തി. അപ്പോൾ തൻ്റെ കിടപ്പറയിൽ ചെന്നപ്പോഴും ജ്യേഷ്ഠനായ രാജാവ് കാണുന്നത് എന്താണ്? തൻ്റെ റാണി അവിടുത്തെ ഒരു വേലക്കാരനുമായിട്ട് എണ്ണചേരുന്ന രംഗാണ്. അത് ഈ പറഞ്ഞ മാതിരി വാളൂരി അവർ രണ്ടുപേരും ആ നിമിഷം തന്നെ വെട്ടിക്കൊന്നു. അപ്പോൾ ഇതിനെപ്പറ്റി രണ്ടാൾ തമ്മിൽ ചർച്ചയായി, ജ്യേഷ്ഠനും അനുജനും. അപ്പോൾ അവരൊരു തീർപ്പിലെത്തി. എന്താ അത്? സ്ത്രീകൾ ഒരിക്കലും വിശ്വസ്തത പുലർത്തൂല. അവർക്കെപ്പോഴും അവരുടെ മനസ്സിൽ ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ വേറെ ഒരാൾ അവരുടെ മനസ്സിലുണ്ടാവും. അല്ലെങ്കിൽ അവരുടെ വ്യഭിചാര വാസന എന്ന് പറയുന്നത് അവർക്ക് ജന്മസിദ്ധമാണ്. അതുകൊണ്ട് അത് നേരെയാവില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതികാരം എന്നുള്ള നിലയ്ക്ക്, ഒരു പ്രായശ്ചിത്തം എന്നുള്ള നിലയ്ക്ക് ജ്യേഷ്ഠനായ രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. എന്താ അത്? അദ്ദേഹം എന്നും ഒരു തരുണിയെ, ഒരു യുവതിയെ, ഒരു കന്യകയെ കല്യാണം കഴിക്കും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ അവളെ വെട്ടിക്കൊല്ലും. ഇതാണ്. അപ്പം രാജശാസന കല്ലേ പിളർക്കുന്നാണല്ലോ. ജനാധിപത്യത്തിൻ്റെ കാലമല്ല, അത് ചോദ്യം ചെയ്യാനൊന്നും ആരുമില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം എങ്ങനെ തുടരും? എന്താണ്? ഒരു ദിവസം രാവിലെ ഒരു യുവസുന്ദരിയെ കല്യാണം കഴിക്കും. കന്യക, ആരോഗ്യവതി, തരുണി. പിറ്റേന്ന് രാവിലെ അവളെ വെട്ടിക്കൊല്ലും. അങ്ങനെ ആ രാജ്യത്തെ യുവതികൾ, തരുണികൾ, കന്യകമാരൊക്കെ തീർന്നു. അപ്പോൾ ഈ തരത്തിൽ എന്നും രാജാവിന് രാവിലെ കല്യാണം കഴിക്കാൻ ഒരു സ്ത്രീയെ ഹാജരാക്കേണ്ട ഉത്തരവാദിത്വം മന്ത്രിക്കുണ്ട്. അപ്പോൾ അന്നൊരു ദിവസം മന്ത്രി വളരെ വിഷാദവാനായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ ഷഹർസാദ ചോദിച്ചു, എന്താണ് പാപ്പ നിങ്ങളിങ്ങനെ ദുഃഖിതനായിട്ടിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം ആദ്യം പറയാൻ മടിച്ചു, പിന്നെ പറഞ്ഞു. എന്താണ്? എന്നും രാജാവിന് കല്യാണം കഴിക്കാൻ ഒരു കന്യകയെ എത്തിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ട് എനിക്ക്. എന്നിട്ട് ഇപ്പം എന്താ പ്രശ്നം? ഈ നാട്ടിലെ കന്യകമാരൊക്കെ തീർന്നു. ഇനി ഈ നാട്ടിൽ ഒരു കന്യകയുള്ളൂ, അത് നീയാണ്. നിന്നെ ഞാൻ അവിടെ കൊണ്ട് ഹാജരാക്കിയാൽ ഇന്ന് അദ്ദേഹം നിന്നെ കല്യാണം കഴിക്കും, നാളെ രാവിലെ അദ്ദേഹം നിന്നെ തലവെട്ടിക്കൊല്ലും. അല്ലെങ്കിലോ, ഈ കന്യകയെ ഹാജരാക്കിയില്ലെങ്കിലോ എൻ്റെ തല പോവും. അപ്പോൾ നിൻ്റെ തല പോകുന്നതിനേക്കാൾ നല്ലത് എൻ്റെ തല പോവുകയാണ് എന്ന തീരുമാനത്തിലെത്തി നിൽക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ മകൾ പറഞ്ഞു മന്ത്രിയോട്, ബാപ്പ അങ്ങനെ ചെയ്യരുത്, എന്നെ അവിടെ കൊണ്ട് അദ്ദേഹത്തിന് കല്യാണം കഴിപ്പിച്ചോളൂ, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ അവൾ വളരെ ബുദ്ധിമതിയാണ്. അപ്പോൾ അവൾ അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് മന്ത്രി അങ്ങനെ ചെയ്തു. അദ്ദേഹം തൻ്റെ മകളെ രാജാവിന് കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പോൾ കിടപ്പറയിലെത്തിയപ്പോൾ ഷഹർസാദ അദ്ദേഹം വന്ന ഉടനെ മനോഹരമായൊരു കഥ പറയാൻ തുടങ്ങി. കഥ പറഞ്ഞ് അതിൻ്റെ ഏറ്റവും രസമുള്ള ഭാഗത്തെത്തിയപ്പോൾ നേരം വെളുത്തു. അപ്പോൾ രാജാവിന് അവളുടെ തലവെട്ടാൻ തോന്നിയില്ല. എന്താണ്? ബാക്കി ആ കഥ കേൾക്കണ്ടോ? പിറ്റേന്ന് കിടപ്പറയിലല്ലേ കേൾക്കുള്ളൂ. അങ്ങനെ പിറ്റേന്ന് അവൾ കിടപ്പറയിലെത്തി. അപ്പോൾ എന്താണ്? അന്നും അവൾ കഥ പറഞ്ഞു. കഥ പറഞ്ഞിട്ട് നേരം വെളുക്കാൻ നേരത്തെ ഏറ്റവും രസമുള്ള ഭാഗത്ത് നിർത്തി. അങ്ങനെ 1001 രാവുകൾ അവൾ കഥ പറഞ്ഞു. 1001 രാവുകൾ അവൾ പറഞ്ഞ കഥകളാണ് നമ്മൾ 1001 രാവുകൾ എന്നും അറബിക്കഥകൾ എന്നും ഒക്കെ പറഞ്ഞ് ഇന്ന് സമാഹരിച്ചത്. ഭാവനയുടെ സമൃദ്ധി ഇത്രയധികം ഉള്ള കഥാസഞ്ചയം തന്നെ ലോകത്ത് കുറവാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, അത് കഴിയുമ്പോൾ രാജാവിനോട് അവൾ പറയുന്നുണ്ട്, അങ്ങ് വിചാരിച്ച മാതിരി എല്ലാ സ്ത്രീകളും ഇങ്ങനെ വ്യഭിചാരമുള്ളവരോ വഞ്ചന മനസ്സുള്ളവരൊന്നല്ല, അതെനിക്ക് മനസ്സിലായി എന്ന് രാജാവ് പറയുന്നുണ്ട്. അപ്പോൾ സ്ത്രീത്വത്തിന് വേണ്ടി, സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി, സ്ത്രീകളുടെ അന്തസ്സിന് വേണ്ടി, ഒറ്റവാക്ക് പറഞ്ഞാൽ തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഥ പറഞ്ഞ ഒരാളാണ് ഷഹർസാദ. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാഥിക എന്ന് പറയുന്നത് ഷഹർസാദയാണ്. ലോകത്തിലെ
ഒരുമാതിരിപ്പെട്ട എല്ലാ ഭാഷകളിലും അതിൻ്റെ പരിഭാഷയുണ്ട്, നമ്മുടെ ഭാഷയിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിഭാഷാ ഗ്രന്ഥം എൻ്റെ ധാരണയിൽ എം അച്യുതൻ, നമ്മുടെ പ്രസിദ്ധനായ നിരൂപകൻ നടത്തിയ പരിഭാഷയാണ്. ആ പരിഭാഷാ പുസ്തകത്തിൻ്റെ പേര് 1001 രാവുകൾ എന്നാണ്. അതിൻ്റെ പുതിയ പതിപ്പ് ഇപ്പോൾ കിട്ടാണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ജീവിതത്തിൽ എത്ര പ്രധാനമാണ് കഥ എന്നുള്ളതിൻ്റെ ഒരു സൂചന നമ്മുടെ ഭാഷയിലെ ഒരു പ്രയോഗമാണ്. അവനൊരു കഥയില്ലാത്തവനാണെന്ന് പറയും. എന്ന് പറയാൻ എന്താ അർത്ഥം? അയാൾക്ക് വിവേകമില്ല എന്നാണ്. ഒരു കഥയില്ലാതെ വർത്തമാനം പറയില്ലേ എന്ന് പറയും. എന്ന് വെച്ചാൽ ആലോചന ഇല്ലാതെ വർത്തമാനം പറയില്ലേ, കഥ കെട്ടവൻ, കഥയില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞാൽ ആലോചനയില്ല, ബുദ്ധിയില്ല, വിവേകമില്ല എന്നാണ്. പിന്നെ നമ്മളിപ്പോൾ മരിച്ചുപോയി എന്നതിന് മലയാളത്തിൽ പറയുന്ന ഒരു വാക്ക് കഥാവശേഷനായി എന്നാണ്. അദ്ദേഹം കഥയിൽ മാത്രമായിട്ട് അവശേഷിച്ചു, ജീവിതമില്ലാതെയായി എന്നാണ്. അപ്പം കഥ എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട, മലയാളികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ കഥയുടെ ചരിത്രം ആരംഭിക്കുന്നത് 1891 ഞാൻ ആ കൊല്ലം ഒന്നുകൂടി പറയാം, 1891. വാസനാവികൃതി എന്നൊരു കഥയാണ് മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ ചെറുകഥ. അത് എഴുതിയത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ് എന്ന് പൊതുവെ ഒരു വിശ്വാസമുണ്ട്. എന്താ കാരണം വെച്ചാൽ വിദ്യാവിനോദിനി മാസിക ആ കഥ ചേർത്തപ്പോൾ അതിൽ കഥാകൃത്തിൻ്റെ പേര് കൊടുത്തില്ല. അന്നൊക്കെ ഇതൊക്കെ മഹാമാനക്കേടുള്ള കാര്യങ്ങളാണ്. കഥ എഴുതി ധാരാ എഴുതി. അപ്പോൾ ഈ മാസിക തൃശ്ശൂർ ഭാഗത്ത് നിന്ന് പുറപ്പെട്ടിരുന്നതാണ്. അതിൻ്റെ പത്രാധിപർ CP അച്യുതമേനോനാണ്. ആ മാസിക തുടങ്ങിയത് 1889. വിദ്യാവിനോദിനി മാസിക തുടങ്ങിയത് 1889. 1889 എന്നുള്ള വർഷം ഈ കഥയെപ്പറ്റി ആലോചിക്കുന്നവർ ഓർത്തിരിക്കേണ്ട ഒരു വർഷം. എന്താ കാരണം? അത് ഇന്ദുലേഖ പുറപ്പെട്ട കൊല്ല. ഇന്ദുലേഖയുടെ 1-ാം പതിപ്പ് വരുന്ന 1889. പിന്നെ വേറെ ഒരു കാര്യം ഉണ്ട് കേട്ടോ. ആ വർഷത്തിലാണ് നമ്മുടെ പ്രസിദ്ധനായ സാഹിത്യ നിരൂപകൻ കേസരി ബാലകൃഷ്ണപിള്ള, അങ്ങനെ 2 കേസരി ഉണ്ട്, കേസരി ബാലകൃഷ്ണപിള്ളയുണ്ട്, കേസരി കുഞ്ഞിരാമൻ നായനാരുണ്ട്. കേസരി ബാലകൃഷ്ണപിള്ള ജനിച്ച ആ കൊല്ലത്തിലാണ്. അപ്പോൾ ഈ മാസിക 1889 പുറപ്പെട്ടു. 1903 അത് അവസാനിച്ചു. ആ 1903 എന്നുള്ള കൊല്ലത്തിനൊരു പ്രത്യേകതയുണ്ട്. ശ്രീനാരായണ ഗുരു SNDP യോഗം എന്ന് നമ്മൾ ഇന്ന് പറയുന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആരംഭിച്ചത് 1903. അപ്പോൾ അത് ഓർക്കാൻ സൗകര്യമുണ്ട്. വിദ്യാവിനോദിനി മാസിക ആരംഭിച്ചത് 1889. അത് അവസാനിച്ചത് 1903. കഥ അന്നൊക്കെ എഴുതുന്നത് പത്രപ്രവർത്തകരൊക്കെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പ്രസിദ്ധനായ ദേശീയ സമര നേതാവ്, മാതൃഭൂമിയുടെ ചീഫ് എഡിറ്റർ KP കേശവനോൻ അക്കാലത്ത് ധാരാളം ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. അന്ന് ചെറുകഥാ സാഹിത്യം ആ ശാഖ നമ്മുടെ സാഹിത്യത്തിൽ ഇങ്ങനെ വേര് പിടിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ഘട്ടം എത്തിയപ്പോൾ MP പോള് അതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതി, എങ്ങനെയാണ് പടിഞ്ഞാറൻ നാടുകളിൽ ചെറുകഥ എന്നുള്ളത്. അദ്ദേഹം ആദ്യത്തെ പതിപ്പിന് പേരിട്ടത് ഖണ്ഡകഥാ പ്രസ്ഥാനം എന്നാണ്. അടുത്ത പതിപ്പോട്ടാണെന്ന് ചെറുകഥാ പ്രസ്ഥാനം എന്ന് പേര് വന്നത്. അപ്പോൾ ആ കാലത്തൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ സാഹിത്യം എന്ന് പറയുന്നത് കവിതയാണ്, അല്ലെങ്കിൽ കാവ്യങ്ങളാണ്, അല്ലെങ്കിൽ മഹാകാവ്യങ്ങളാണ്. അല്ലാതെ ഈ കഥ എഴുതുക അതൊന്നും ഒരു വിലയുള്ള കാര്യമല്ല. നോവൽ വന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് ചന്തുമേനോൻ ഇന്ദുലേഖയുടെ മുഖവരെ പറയുന്നുണ്ട്, ഇംഗ്ലീഷിലെ നോവൽ ബുക്കുകളുടെ മാതിരിയിൽ ഒരു നോവൽ ബുക്ക് എഴുതുകയാണ് ഞാൻ. അപ്പോൾ നോവലുകൾ എന്താണ് എങ്ങനെയാണെന്നൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി MP പോൾ നിരൂപണ പുസ്തകം എഴുതുമ്പോൾ, പഠനഗ്രന്ഥം എഴുതുമ്പോൾ അദ്ദേഹത്തിന് പേരിട്ട് നോവൽ സാഹിത്യം എന്നാണ്. എന്താണ് നോവൽ സാഹിത്യമാണെന്ന് അങ്ങനെ അറിയില്ല. കേസരി ബാലകൃഷ്ണപിള്ള ഒരു ഘട്ടത്തിൽ ഭാഷയ്ക്ക് വലിയ സേവനം നിർവഹിച്ച മഹാകവികളിൽ ചിലരായിട്ടാണ് തകഴി, കേശവദേവ്, ബഷീർ തുടങ്ങിയുള്ള ആളുകളെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞിരുന്നു. അന്നതൊക്കെ വലിയ പരിഹാസമായിരുന്നു. ഒരു മഹാകവിക്കൊപ്പം സാഹിത്യ സേവനം നിർവഹിക്കാൻ പറ്റുമോ ഒരു ചെറുകഥാകൃത്തിന്, ഒരു നോവലിസ്റ്റിന്? ഇപ്പോൾ പ്രശ്നമാണ്. അപ്പോൾ പിന്നീട് നമ്മുടെ ദേശീയ പ്രസ്ഥാനം,
കമ്മ്യൂണിസം, ജനാധിപത്യ പ്രസ്ഥാനം, രാജാധിപത്യ വിരുദ്ധമായ സമരങ്ങൾ, ഫ്യൂഡൽ വിരുദ്ധ സമരങ്ങൾ, ബ്രിട്ടീഷുകാർക്കെതിരായ സമരം, ഇങ്ങനെ അനവധി കാര്യങ്ങൾ മൂത്തു വരുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ നാട്ടിൽ വേര് പിടിക്കുന്ന ഒന്നാണ് ചെറുകഥ. അത് 19-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ അത് ആരംഭിച്ചു. 20-ാം നൂറ്റാണ്ടാവുമ്പോഴേക്ക് നമുക്ക് ധാരാളം കഥകളും കഥാഗ്രന്ഥങ്ങളൊക്കെ ആയി വന്നു. ഇപ്പോൾ 1908 ബഷീർ ജനിക്കുന്നു. അനവധി ആളുകൾ ബഷീറിൻ്റെ കാലക്കാരായിട്ട് കേശവദേവ്, തകഴി, പൊൻകുന്നം വർക്കി, ലളിതാംബിക അന്തർജനം, VT ഭട്ടതിരിപ്പാട്, അദ്ദേഹം ധാരാളം ചെറുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ടൊരു പേര് കാരൂർ നീലകണ്ഠപിള്ള. അപ്പോൾ ചെറുകഥയുടെ ശില്പം, അതിൻ്റെ ഘടന, അതിൻ്റെ ക്രാഫ്റ്റ് എന്താണ് എന്ന് പഠിക്കാൻ ഇന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കാരൂരിൻ്റെ കഥകൾ. അദ്ദേഹത്തിൻ്റെ പൂവമ്പഴം എന്നുള്ള കഥ, അല്ലെങ്കിൽ മരപ്പാവകൾ എന്നുള്ള കഥ, അല്ലെങ്കിൽ മോതിരം എന്നുള്ള കഥ, ഒരു വള്ളക്കാരൻ്റെ കഥ, ഏത് കഥ എടുത്തോളൂ. ഇന്നിപ്പോൾ രാഷ്ട്രീയ ചർച്ചകളുടെ ഇടയിലോ മത ചർച്ചകളുടെ ഇടയിലോ ഒക്കെ കാരൂരിൻ്റെ കഥകൾക്ക് വലിയൊരു പ്രസക്തി കാണുന്നില്ല. പക്ഷേ കഥ എഴുതുന്നവർ, കഥ ഗൗരവമായിട്ട് വായിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് വായിക്കേണ്ട ഒന്നാണ് കാരൂരിൻ്റെ കഥകൾ. അപ്പം അദ്ദേഹത്തിൻ്റെ ബാലസാഹിത്യ കൃതികളുണ്ട്. കാരൂരിൻ്റെ ബാലകഥകൾ എന്നൊരു പുസ്തകം തന്നെയുണ്ട്. അതിമനോഹര. ഇന്നിപ്പോൾ എഴുത്തുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. എഴുത്തുകാരുടെ നേരെ ഇവിടുത്തെ പ്രസാധന മുതലാളിമാർ കാണിച്ചിരുന്ന ചൂഷണം ഇല്ലാതെയാക്കാൻ വേണ്ടി പണിയെടുത്തതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് കാരൂർ. അങ്ങനെ അതിനുവേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാണ് കോട്ടയം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം. അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു കാരൂർ നീലകണ്ഠപിള്ള അനവധി കാലം. അപ്പോൾ അതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് DC കിഴക്കമ്പുരി. പിന്നെ അതിനകത്തു നിന്നൊക്കെ അവരൊക്കെ തമ്മിൽ തല്ലി പിരിഞ്ഞിട്ട് പിന്നെയാണ് അദ്ദേഹം DC പുസ്തകമൊക്കെ ഉണ്ടാക്കുന്നത്, DC കിഴക്കമ്പുരി. അപ്പോൾ ചെറുകഥ എന്നുള്ള ഒരു സാഹിത്യ രൂപം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് നമ്മുടെ പത്രപ്രവർത്തനത്തിൻ്റെ കൂടെയാണ് ജനിക്കുന്നത്. ഞാനത് പറഞ്ഞു. കേസരി കുഞ്ഞിരാമൻ നായനാരാണെങ്കിലും KP കേശവനാണെങ്കിലും ഒക്കെ അന്ന് അവരൊക്കെ പത്രപ്രവർത്തകരാണ്. അപ്പോൾ പത്രപ്രവർത്തനത്തിന് ആവശ്യമുള്ള ഒരു സാധനമായിട്ടാണ് ചെറുകഥ പിറക്കുന്നത്. വായനക്കാരെ ആകർഷിക്കണം. അതിൽ വാരാന്ത പതിപ്പുകളുണ്ട്, ആഴ്ച പതിപ്പുകളുണ്ട്, അതിലൊക്കെ ചെറുകഥ കൊടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് പരിചയമില്ല. അതൊരു പാശ്ചാത്യ സാഹിത്യ ശാഖയാണ്. ജാനർ എന്ന് പാശ്ചാത്യർ പറയും, ഒരു സാഹിത്യ ശാഖ. നമുക്കങ്ങനെയില്ല. നമുക്ക് നാടൻ കഥകളുണ്ട്, ഐതിഹ്യങ്ങളുണ്ട്. ഐതിഹ്യമാല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാടന്മാരുടെ, നമ്മുടെ നാടോടികളുടെ, നമ്മുടെ ജനങ്ങളുടെ സ്മൃതിയിലുണ്ടായിരുന്ന അനവധി കഥകൾ ശേഖരിച്ചിട്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാല എന്നൊരു ഗ്രന്ഥ പരമ്പര തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു കഥയാണ്, അതിൽ പറയുന്നുണ്ട് നമ്മുടെ കായംകുളം കൊച്ചിൻ്റെ കഥ. അത് മുഴുവൻ കഥയല്ല, കുറച്ചുള്ളതാണ്. എന്നാലും മുഴുവൻ ഉള്ളതല്ല, കുറച്ചില്ലാത്തതാണ്. അതിൽ ആളുകൾ കൂട്ടിയിട്ട് പറയുമല്ലോ, അതിശയോക്തി ഉപയോഗിക്കും, ഭാവന ഉപയോഗിക്കും. അതിപ്പം പറഞ്ഞാൽ ഇപ്പോൾ സീതി ഹാജി കഥകൾ എന്ന് പറയും. അതൊക്കെ ആര് പറഞ്ഞാണ്? അത് സീതി ഹാജി പറഞ്ഞു എന്നുള്ളത് ഒരു മിത്താണ്, അതൊരു വെറും കഥയാണ്. സീതി ഹാജിയെ കളിയാക്കി കഥ പറയാൻ തുടങ്ങിയത് CH മുഹമ്മദ് കോയയാണ്. പിന്നെ ആളുകൾ വേറെ സിനിമയിൽ കണ്ടതും അവർക്ക് തോന്നിയതും അവർക്ക് തോന്നിയ തെറിയും പരിഹാസവും തമാശയും ഒക്കെ സീതി ഹാജി പറഞ്ഞു എന്ന് പറഞ്ഞ് പറയും. എന്ന് അതൊക്കെയാണ് വെച്ചാൽ കഥകളുടെ ഒരു സ്വഭാവം. അതിനെപ്പോഴും നാടൻ കഥകൾക്ക് എപ്പോഴും അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അത് കേൾക്കുന്നവൻ വേറൊരാളോട് പറയുമ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് ചിലത് കൂട്ടി പറയും, ചിലത് വിട്ടുകളയും. അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അത് അയാളുടെ ഭാവനയും കൂടി അതിൽ പ്രവർത്തിക്കുന്നുണ്ടാണ്. അപ്പോൾ അച്ചടിച്ചപ്പോൾ പിന്നെ ആ പ്രശ്നമല്ല, കഥ അച്ചടിച്ചു, അപ്പോൾ അതിനൊരു രൂപമുണ്ട്. അതിപ്പോൾ ബഷീറിൻ്റെ കഥ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ MTയുടെ കഥ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ OV വിജയൻ്റെ കഥ എന്ന് പറഞ്ഞു. അത് വേറൊരാൾക്ക് വേറെ മറ്റും പറയാൻ പറ്റില്ല. കാരണം അതേ എഴുതി
അച്ചടിച്ച് വന്നു. അതിനൊരു കൃത്യമായ പാഠം, ഒരു വരമൊഴി പാഠം ഉണ്ട്. പിന്നെ അന്ന് വ്യത്യാസം വരും, അത് നാടകമാക്കും വ്യത്യാസം വരും, അത് സിനിമയാക്കും വ്യത്യാസം വരും. ഇപ്പോൾ എം ടി വാസുദേവൻ നായരുടെ പള്ളിവാളും കാൽച്ചെലുമ്പും എന്നുള്ള ഒരു ചെറുകഥയാണ് നിർമാല്യം എന്നുള്ള സിനിമയായിട്ട് മാറുന്നത്. ബഷീറിൻ്റെ നീലവെളിച്ചം എന്നുള്ളൊരു കഥയാണ് ഭാർഗവി നിലയം എന്നുള്ള സിനിമയായിട്ട് മാറുന്നത്. അപ്പോൾ എത്ര മാറ്റമുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു ചെറുകഥ എങ്ങനെ വികസിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒന്നാന്തരമായിട്ട് കഥ പറഞ്ഞിരുന്ന ഒരാളാണ് ഉറൂബ്. PC കുട്ടിക്കൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിനാണ് പ്രസിദ്ധമായ ഉമ്മാച്ചു, സുന്ദരിലും സുന്ദരന്മാരും തുടങ്ങിയുള്ള നോവലുകൾ. അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ അതിമനോഹരമാണ്. ഇതുപോലെ വളരെ ശില്പഭംഗിയുള്ള കഥകൾ എഴുതിയ ഒരാളാണ് ബഷീർ, വേറൊരാളാണ് T പത്മനാഭൻ, വേറൊരാളാണ് MT വാസുദേവൻ നായർ. അതുപോലെ നമ്മുടെ മാധവിക്കുട്ടിയുടെ ശില്പഭംഗിയുള്ള ഒരു കഥ ഇപ്പം ഞാൻ പറയാം. നമ്മളിപ്പോൾ ഈ കാലത്തെ, നമ്മുടെ പുതിയ കാലത്തെ ഒരാളുടെ കഥ പറയണ്ടേ. ഈ കഥയുടെ പേര് നാവിക വേഷം ധരിച്ച കുട്ടി എന്നാണ്. അതെന്താണെന്ന് വിചാരിച്ചാൽ ബോംബെയിലുള്ള മഹാരാഷ്ട്രക്കാരനായ ഒരു മന്ത്രി, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരു മലയാളിയുണ്ട്. ആ മലയാളി നാട്ടിൽ പോയി കല്യാണം കഴിച്ചു വന്നപ്പോൾ അവർക്കൊരു ചായക്ക് വിളിച്ചാണ്. അപ്പോൾ കഥ തുടങ്ങുമ്പോൾ മന്ത്രി വീട്ടിലില്ല, മന്ത്രിയുടെ പത്നിയുണ്ട്. അവർക്ക് തീരെ ഇഷ്ടമായിട്ടില്ലതൊന്നും. കാരണം പേഴ്സണൽ സ്റ്റാഫിലുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ അവരൊക്കെ വിളിച്ച് ബഹുമാനിച്ച് ചായ കൊടുക്കുന്നതൊക്കെ വേണ്ടാത്ത പണിയാണെന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മലയാളിയായി ചെറുപ്പക്കാരനും അയാളുടെ ഭാര്യയും കൂടി വന്ന് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് മന്ത്രി വരുന്നത്. അപ്പോൾ മന്ത്രി വന്നതിന് ക്ഷമാപണമൊക്കെ പറയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടായെന്ന് വിചാരിച്ചാൽ മന്ത്രി അവർക്കൊരു വിരസത അകറ്റാൻ വേണ്ടിയിട്ട് ഇരുന്ന് ബോറടിക്കണം വെച്ചിട്ട് അവരുടെ ഒരു കുടുംബത്തിൻ്റെ ആൽബം എടുത്തു കൊടുത്തു. അപ്പോൾ ആൽബം ഇങ്ങനെ മറിച്ച് വന്നപ്പോൾ അതിൽ മന്ത്രി 4 വയസ്സ് ഉള്ളപ്പോൾ എടുത്ത ഒരു ഫോട്ടോ ഉണ്ട്. അത് നാവിക വേഷം ധരിച്ചിട്ടാണ് ആ ഫോട്ടോ ഉള്ളത്. അപ്പോൾ ഈ പെൺകുട്ടി മന്ത്രിയെ കണ്ടപ്പോഴൊന്നും പ്രത്യേകിച്ച് കൗതുകമൊന്നും കാണിച്ചിട്ടില്ല. അവൾക്ക് പെരുമാറാൻ അറിയില്ല എന്ന് അവളുടെ ഭർത്താവ് വളരെ വിഷമിക്കുന്നുണ്ട്. അവൾ വളരെ കൂളായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ ചോദിച്ചു മന്ത്രിയോട്, ഈ ഫോട്ടോ എനിക്ക് തരുമോ? അപ്പോൾ മന്ത്രി പറഞ്ഞു, ആ ഫോട്ടോ വേണ്ട, ഞാൻ പുതിയ ഫോട്ടോ തരാം, അതെൻ്റെ അടുത്ത് അങ്ങനെ ഒന്നേ ഉള്ളൂ. അപ്പോൾ അവൾ വീണ്ടും പറഞ്ഞു, ആ ഫോട്ടോ എനിക്ക് വേണം. അപ്പോഴേ മന്ത്രിപത്നി വിചാരിക്കേണ്ടത്, കണ്ടോ ഒരു സംസ്കാരമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ കാര്യം ചോദിക്കുമോ? ഒരു ഫോട്ടോ കണ്ട അത് ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പോൾ വീണ്ടും പറഞ്ഞു അതെനിക്ക് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അത് വേണ്ട, ഞാൻ വേറെ ഫോട്ടോ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചായ കുടിച്ച് അവർ പോന്നു. അപ്പോൾ ഈ ഭർത്താവിന് ഒരു വിഷമം തോന്നി. അവളോട് ചോദിച്ചു, നീ എന്തിനാണ് അത് ഫോട്ടോ ചോദിക്കാൻ പോയത്? അപ്പോൾ അവളൊന്നും മിണ്ടിയില്ല. അപ്പോൾ പിറ്റേന്ന് രാവിലെ ഈ ഭർത്താവ് ജോലിക്ക് പോയി. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മന്ത്രി ഈ ഫോട്ടോ ആയിട്ട് വരികയാണ്. അപ്പോൾ വളരെ കൂളായിട്ട്, ആ വീട്ടിൽ വേറെ ആരില്ല, കൂളായിട്ടിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരി. അപ്പോൾ അവരിയ്ക്കുന്നിടത്ത് അവിടെ കാൽക്കൽ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് മന്ത്രി ആ ഫോട്ടോ കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് ഇന്നലെ കണ്ടിട്ട് മനസ്സിലായില്ല. അപ്പം മന്ത്രിയുടെ തലയിൽ തലോടിയിട്ട് ഈ പെൺകുട്ടി പറഞ്ഞു, സാരമില്ല. ഇത്രയുള്ള കഥ. ഞാനത് വായിച്ച് ഞെട്ടി. എനിക്ക് മനസ്സിലായി ഈ മന്ത്രിയുടെ അമ്മയുടെ പുനർജന്മമാണ് ഈ മലയാളിയായ പെൺകുട്ടി എന്നാണ് ആ കഥയെ പറഞ്ഞത്. കാരണം മന്ത്രിയെ കാണുമ്പോൾ അവൾക്ക് ബഹുമാനിക്കേണ്ട വിഷയമല്ല, കാരണം തൻ്റെ മകനത്. ഇതൊന്നും ആ കഥയിൽ പറഞ്ഞിട്ടില്ല. ആ കഥയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നാവിക വേഷം ധരിച്ച കുട്ടി എന്നുള്ളത് അന്ന് കണ്ട, അതായത് തൻ്റെ മകനെ കണ്ടതിൻ്റെ ആനന്ദം കൊണ്ടാണ് അവർ ആ ഫോട്ടോ ചോദിച്ചത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയുന്നുള്ളൂ. ഈ തരത്തിൽ നമ്മുടെ OV വിജയൻ്റെയോ അല്ലെങ്കിൽ പുരത്തിൽ കുഞ്ഞബ്ദുള്ളയുടെയോ അല്ലെങ്കിൽ കാക്കനാടൻ്റെയോ MP നാരായണപിള്ളയുടെയോ ഒക്കെ കഥകളൊക്കെ വിസ്തരിക്കാൻ നിന്നാൽ സമയം മതിയാവില്ല. അപ്പോൾ MP നാരായണപിള്ള ആദ്യമായിട്ടൊരു കഥ എഴുതിയത് കള്ളനാണ്. അത് അദ്ദേഹത്തിൻ്റെ അമ്മാവനെ പറ്റി. അദ്ദേഹത്തിൻ്റെ അമ്മാവനൊരു കള്ളനായിരുന്നു. ബഹുരസമാണ് അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ. കുട്ടിച്ചാത്തന്മാരെ പറ്റിയൊക്കെ ധാരാളം കഥ എഴുതിയിട്ടുണ്ട് നാരായണപിള്ള. അപ്പോൾ ഞാൻ പറയുന്നത്, ചെറുപ്പക്കാരായ എഴുത്തുകാർ, വായനക്കാർ, നിരൂപകർ, ആ തരത്തിലുള്ള നമ്മുടെ സാഹിത്യത്തിലെ
വളരെ പ്രധാനപ്പെട്ട ശില്പഭംഗിയുള്ള കഥകൾ. അതിൽ തീർച്ചയായിട്ടും പരിഹാസം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ബഷീറിൻ്റെ കഥകളുടെയോ പൊൻകുന്നം വർക്കിയുടെ കഥകളുടെയോ ഒക്കെ പരിഹാസത്തെപ്പറ്റി പറയേണ്ടതില്ല. ഇന്നിപ്പോൾ വളരെ സംസാര വിഷയമാകുന്നൊരു കാര്യമാണ് ചില വൈദികരുടെ അവിഹിത വീഴ്ചകൾ. അപ്പോൾ ഈ തരത്തിലൊരു കഥയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. പൊൻകുന്നം വർക്കിയുടെ കഥയാണ്. എന്നുവെച്ചാൽ ഒരു പള്ളിയിലച്ചൻ അവിടെ ആ ഗ്രാമത്തിൽ ഒരു ഭർത്താവില്ലാത്ത ഒരു സ്ത്രീയായിട്ട് ആ വീട്ടിൽ പോയിട്ട് അയാൾക്കൊരു ചിറ്റം ഉണ്ട്. അപ്പോൾ അത് അയൽക്കാർക്കൊക്കെ വലിയ വിഷമമായപ്പോൾ അവർ ആദ്യം ആ സ്ത്രീയോട് പറഞ്ഞു. ആ സ്ത്രീ അത് നിർത്തിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ നിവൃത്തിയില്ലാതെ ചെന്ന് അച്ഛനോട് പള്ളിമേടേ ചെന്ന് പറഞ്ഞു, അച്ഛൻ ഇനി അങ്ങോട്ട് വരരുത്, ഞങ്ങൾക്ക് അവിടെ പെൺകുട്ടികളും ഭാര്യമാരും മക്കളും മരുമക്കളൊക്കെ ആയിട്ട് ജീവിക്കണം, ഇങ്ങനെ ഇതൊന്നും വരരുതെന്ന് പറഞ്ഞു. അച്ഛൻ അതും കൂട്ടാക്കിയില്ല. അപ്പോൾ ഇവരെ രണ്ടാൾക്കും താക്കീത് കൊടുത്തിട്ട് അവർ കൂട്ടാക്കുന്നില്ല എന്നായപ്പോൾ ഒളിഞ്ഞിരുന്ന് ഈ അച്ഛനെ അവിടുന്ന് കൈയോടെ പിടിക്കാൻ തീരുമാനിച്ചു അയൽക്കാരെ കൂടിയിട്ട്. അവർ രാത്രി 11 ഇയാൾ വരുന്ന നേരത്ത് ഇയാളെ പിടിച്ചു നോക്കുമ്പോൾ ആ ലോഹയ്ക്കകത്തുള്ളത് കപ്പ്യാരാണ്. അവൻ്റെ പേര് അന്തോണി എന്നാണ്. അപ്പോൾ ഒരു അയൽക്കാരൻ ചോദിക്കുന്നുണ്ട്, അന്തോണി നീയും അച്ഛനായോടാ? അതാണ് ആ കഥയുടെ തലക്കെട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അന്ന് അച്ഛൻ അവിടെ ഇല്ല, അച്ഛൻ എവിടെയോ പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ഒരു ലോഹം എടുത്തിട്ടിട്ട് ഇവളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ആര്? നമ്മുടെ കപ്പ്യാർ അന്തോണി. അങ്ങനെ പരിഹാസത്തിൻ്റെ ഇപ്പോൾ അനവധി, ഇപ്പോൾ കേശവദേവിൻ്റെ, തകഴിയുടെ, ലളിതാംബിക അന്തർജനത്തിൻ്റെ ഒക്കെ സാമൂഹിക ചിത്രീകരണം നമ്മുടെ നിത്യജീവിതം ചിത്രീകരിക്കുന്ന ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിൻ്റെ വാസ്തവമായ സങ്കടങ്ങൾ, ഇവിടുത്തെ ദാരിദ്ര്യം, ഇവിടുത്തെ ചൂഷണം, മുതലാളിത്തത്തിൻ്റെയും ജന്മികുടിയാൻ വ്യവസ്ഥയുടെയും ചൂഷണം, അതുപോലെ രാജാധിപത്യത്തിൻ്റെ കൊള്ളരുതായ്മകൾ, അന്ന് അധ്യാപകർ അനുഭവിക്കുന്ന ദുരിതം. ഇപ്പോൾ കാരൂരിൻ്റെ വാദ്യാർ കഥകൾ എന്ന് പറയും, അവർ എസ്.കെ. പൊറ്റക്കാടിൻ്റെ അതിമനോഹരമായ ചെറുകഥകൾ, അങ്ങനെ ഒരുപടി ഞാൻ കുറച്ച് പേരുകൾ പറയുന്നതേ ഉള്ളൂ, അതിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ സമ്പന്നമായ ഒരു കഥാ ശാഖ ഉള്ള ഭാഷയാണ് മലയാളം. ഇന്നിപ്പോൾ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട പലരും, ഞാനിപ്പോൾ NS മാധവൻ്റെയോ സക്കറിയുടെയോ സാറാ ജോസഫിൻ്റെയോ ഒന്നും പേര് ഞാൻ പറഞ്ഞില്ല. അതുപോലെ ഇപ്പോൾ പുതിയ എഴുത്തുകാരിപ്പോൾ നിങ്ങൾക്ക് വളരെ പരിചയമുള്ള നമ്മുടെ ബെന്യാമിൻ, അദ്ദേഹത്തിൻ്റെ തലമുറയിലെ പലരും എല്ലാവരും പേര് പറയാൻ എനിക്ക് പറ്റില്ല. എന്താ വെച്ചാൽ അത് നമ്മുടെ സംഭാഷണത്തിന് അത്രയും സമയമില്ല. പിന്നെ ചിലതൊന്നും ഞാൻ വായിച്ചിട്ടില്ല. ഞാനൊക്കെ പഴയ കാലത്തെ വായനക്കാരനാണ്. പുതിയ കാലത്ത് എങ്ങനെയൊക്കെയാണ് ചെറുപ്പക്കാർ വായിക്കുന്നത്. പിന്നെ നമുക്ക് ധാരാളം കഥകളുടെ പരിഭാഷകൾ, കഥകളുടെ ആശയാനുവാദങ്ങൾ, അനുകരണങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് മലയാളത്തിൽ. അതായത് ഫ്രഞ്ച് ഭാഷയിൽ നിന്നും റഷ്യൻ ഭാഷയിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും ഒക്കെയുള്ള ഒരുപടി കഥകൾ. അതിൽ ഒരാളുടെ പേര് ഞാൻ പറഞ്ഞാൽ O. ഹെൻറി എന്നുള്ള അമേരിക്കൻ എഴുത്തുകാരൻ്റെ കഥകൾ. അതിപ്പോൾ എസ്.കെ. പൊറ്റക്കാടൊക്കെ അവസാനം O. ഹെൻറിയുടെ മാതിരി ഒരു കഥ ഒന്ന് തിരിഞ്ഞു പോകും. അതായത് O. ഹെൻറി ട്വിസ്റ്റ് എന്നാണ് പാശ്ചാത്യ സാഹിത്യ വിമർശകർ പറയുന്നത്. O. ഹെൻറിയുടെ കഥകളൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോലീസും സംഗീതവും, കോപ്പ് ആൻഡ് ദി ആന്തം എന്നുള്ള കഥ, ഞാൻ അതിൻ്റെ ഒരു കഥ എങ്ങനെയാണ് O. ഹെൻറി ട്വിസ്റ്റ് വരുന്നതെന്ന് ഞാനൊരു ഉദാഹരണം പറയാം. ഒരു സോഫി എന്ന് പറയുന്ന അദ്ദേഹം ഒരു അലസനാണ്, ഒരു ചെറിയ തട്ടിപ്പുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് മഴ വരുന്നു, വർഷകാലം വരുന്നു. അപ്പം മര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിക്കാൻ വയ്യ. അപ്പോൾ എന്താണ്, പോലീസിൽ പിടികൊടുത്ത് ജയിലിൽ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം ചെന്നിട്ട് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചപ്പോൾ ബില്ല് കൊണ്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞു. പൈസ ഇല്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾ പോലീസിനെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഒരു ജോലിക്കാരൻ പറഞ്ഞു, ഇതിന് പോലീസൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നല്ല അടി കൊടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇതുപോലെ ഇയാൾ റോഡിൽ ഒരു ട്രാഫിക് ജാം ഉണ്ടാകുന്ന മാതിരി പെരുമാറി. അപ്പോൾ ആരോ പറയും ഇയാൾ എന്താണ് അറസ്റ്റ് ചെയ്തത്? അപ്പോൾ പറയുന്നത് യേൽ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളുടെ ആഘോഷമുണ്ട്, അവർക്ക് ആഘോഷിക്കാൻ മേയർ അനുവാദം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പലയിടത്തും ഇയാൾ പോലീസിൽ പിടികൊടുക്കാൻ വേണ്ടി നോക്കിയിട്ട് പോലീസ് ഇയാളെ പിടിച്ചില്ല. അവസാനം ഇയാൾ ഒരു ഗ്രാമപ്രദേശത്തേക്ക് പോയി അവിടെ പള്ളിയിലുള്ള ഒരു ആന്തം, ഒരു ഗാനം, ഒരു ഭക്തിഗാനം കേട്ടിട്ട് ഇയാൾ മനസ്സ് മാറി
ഇനിയിപ്പം മര്യാദയ്ക്ക് പണിത് ജീവിക്കാം, വർഷകാലത്ത് ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടെന്ന് തീരുമാനിക്കുമ്പോഴാണ് പോലീസ് ഇയാളെ സംശയിച്ച് അറസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ അനവധി ഒ. ഹെൻറിയുടെ കഥകൾ. അപ്പോൾ ഇതിൽ പാശ്ചാത്യരുടെ കഥകൾ കണ്ടും കേട്ടുമാണ് നമുക്ക് കഥകളുണ്ടായത്. അവരുടെ കഥകൾ നമ്മുടെ സാഹിത്യത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ലോകത്തിലെ ഏത് കഥാ സമുച്ചയത്തിന് മുമ്പിലും വെക്കാവുന്ന തരത്തിലുള്ള ഒന്നാം തരം കഥകൾ എഴുതിയ കഥാകൃത്തുക്കൾ നമുക്ക് എല്ലാ തലമുറയിലുണ്ട്. അതുകൊണ്ട് ഞാൻ ആ എല്ലാ തലമുറയിലെയും കഥാകൃത്തുക്കളെ അഭിവാദ്യം ചെയ്യുന്നു. നമ്മളെ ഒരു കഥയുള്ള കൂട്ടരാക്കി മാറ്റുന്നതിൽ ഈ നമ്മുടെ ചെറുകഥാകൃത്തുക്കൾ വലിയ സംഭാവന അർപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ സംഭാവനകളെ മുഴുവൻ നമസ്കരിച്ചുകൊണ്ട് കേരളീയ സമാജത്തിൻ്റെ സാഹിത്യവേദി സംഘടിപ്പിക്കുന്ന ശബ്ദകഥകളുടെ തോരാമഴ എന്നുള്ള ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഞാനിവിടെ വായിക്കാൻ പോകുന്ന കഥയുടെ പേര് കടൽ നായ. കടൽ നായ. അയാൾ ഒരു ഷണ്ഠനോ അസുരനോ മ്ലേച്ഛനോ ആയിരുന്നില്ല. കറുപ്പു നിറത്തിന്റെ നിഴലുകളുള്ള അയാളുടെ ദേഹം ഇരുട്ടിലും എള്ളെണ്ണ ഇട്ടതുപോലെ തിളങ്ങി. തള്ളവിരലിന്റെയും ചെറുവിരലിന്റെയും നഖങ്ങൾ വളർത്തി കടും നിറത്തിലുള്ള നെയിൽ പോളിഷിന്റെ പ്ലാസ്റ്റിക് ചായങ്ങൾ അയാൾ അവയിൽ തേച്ചു. സന്ധ്യയ്ക്ക് കത്തിയ തെരുവു വിളക്കിന്റെ ജീർണ പ്രകാശത്തിലിരുന്ന് അയാൾ ചുണ്ടുകളിൽ ചായം പുരട്ടി. അയാൾ ഒരു ഹിജടയോ പിമ്പോ പുരുഷവേശ്യയോ ആയിരുന്നില്ല. എങ്കിലും അയാൾക്ക് ആവശ്യക്കാരുണ്ടായി. രോമം മുഴുവൻ വടിച്ചു കളഞ്ഞ അയാളുടെ മൃദുവായ ദേഹത്തു പറ്റി അവർ തങ്ങളുടെ നിലവിളികൾ അമർത്തിക്കളഞ്ഞു. അയാൾ പുരുഷന് നല്ലൊരു സ്ത്രീയും സ്ത്രീക്ക് നല്ലൊരു പുരുഷനുമായിരുന്നു. ചെളി വീണ് മുഷിഞ്ഞ അയാളുടെ മുടിക്ക് മീതെ കടും കറുപ്പ് നിറമുള്ള വിഗ് അയാൾ ധരിച്ചു. ചുവന്ന വട്ടപ്പൊട്ടുകൾ നീണ്ട നെറ്റിയിൽ കുത്തി. ഹനുമാൻ കോവിലിൽ നിന്നും പൂജാരി കൊടുത്ത രക്തസിന്ദൂരം വിരലുകൊണ്ട് തോണ്ടി അതിന് മീതെ തേച്ചു. കടൽ നായ് ചിലപ്പോഴൊക്കെ മേനക എന്ന് വിളിക്കപ്പെട്ടു. മിഠായി തെരുവിന്റെ തിരക്കിൽ അയാൾ പലപ്പോഴും മുല്ലപ്പൂ വിൽപ്പനക്കാരിയായി കുത്തിയിരുന്നു. ഗന്ധം മാത്രം ചുരത്തിയ ഇനിയും വിടരാത്ത മുല്ലഞ്ഞെട്ടുകളിൽ മൃദുവായി കടിച്ചുകൊണ്ട് അയാൾ ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് വിളിച്ചു, മുല്ല മാലയെ മുല്ല മുല്ല. ചില വ്യാഴാഴ്ചകളിൽ തലനിറയെ മുല്ലപ്പൂക്കൾ ചൂടി പച്ചച്ചേലയുടുത്ത് അയാൾ വഴിയോരത്ത് നിന്നു. ചായം പുരട്ടാത്ത ചുണ്ടിനെ നിറം പിടിപ്പിക്കാൻ അയാൾ വെറ്റിലക്കറ നിറഞ്ഞ ഉമിനീരുകൊണ്ട് ചുണ്ട് നനയ്ക്കുകയും നിരയൊത്ത പല്ലുകൾ കൊണ്ട് പതുക്കെ കടിക്കുകയും ചെയ്തു. എല്ലാ 1-ാം തീയതികളിലും ഹനുമാൻ കോവിലിനരികിലെ കുപ്പയിൽ നിന്നും പ്ലാസ്റ്റിക് ഉറകളും പഴയ സാരികളും തപ്പിയെടുത്ത് അയാൾ ഉടുത്തു. തുണി കുത്തിക്കെട്ടിയതിനാൽ ഗർഭിണിയായ സ്ത്രീയുടെ പോലെ അയാളുടെ വയർ വീർത്തു കാണപ്പെട്ടു. നിറം പോയ കുപ്പിവളകളും പൊട്ടിയ കൊമ്പുവളകളും തുരുമ്പിച്ച ഇരുമ്പുവളകളും അയാൾ ധരിച്ചു. കഴുത്തിൽ മുത്തു കൊരുത്ത മാലകൾക്ക് പുറമെ സ്വീക്കൻസിന്റെ തിളങ്ങുന്ന കാശുമാലയും മിഠായി കടലാസും മിനുങ്ങുന്ന പേപ്പറുകളും കോർത്ത കടലാസുമാലയും കോവിലിലെ നേദ്യമായ വടമാലയും അയാൾ ധരിച്ചു. കാലുകളിൽ മണികൾ അടർന്നതെങ്കിലും കിലുങ്ങുന്ന ശബ്ദം കേൾപ്പിക്കുന്ന ഒരു ചിലങ്കയും ധരിച്ചിരുന്നു. കയ്യിലിരുന്ന ശീമക്കൊന്ന വടി ഉടവാള് പോലെ ആകാശത്തേക്കുയർത്തി അയാൾ അലറിത്തുള്ളി ഗ്വാ ഗ്വാ ഗ്വാ. ചണ്ടി വീപ്പകളിലെ എച്ചിലുകളിൽ മുഴുവൻ നായ്ക്കൾ തിന്നു തീർത്ത രാത്രികളിൽ ആളിക്കത്തുന്ന വിശപ്പുമായി അയാൾ ഹനുമാന്റെ മുമ്പിൽ നിന്നു. അയാളുടെ ചലനങ്ങളിൽ വശ്യതയും നാണവും തുളുമ്പി. കോർപ്പറേഷന്റെ കുളിമുറിയിൽ 2 രൂപ കൊടുത്തു കുളിച്ചതിനാൽ അയാളുടെ മുഖം പ്രകാശമാനമാവുകയും ശരീരം വെടിപ്പുള്ളതാവുകയും ചെയ്തു. പ്രസാദ ഭസ്മത്തിന്റെയും ചന്ദനത്തിന്റെയും ഗന്ധം അയാളുടെ ശരീരം വാരിപ്പൊത്തി.
അയാൾ ചേട്ടന്മാരെ കാത്തുനിന്നു. സൂര്യൻ കണ്ണാടി ലോക്കറ്റ് പോലെ തിളങ്ങുന്ന ചില വെയിലുച്ചകളിൽ അയാൾ ഇൻഡോ മൈതാനത്തിന്റെ പുറകിലെ വഴിയിൽ കള്ളനെ പോലെ പതുങ്ങിയിരുന്നു. ഭിത്തിമേലൊട്ടിച്ച സിനിമാ നടികളുടെ ചിത്രത്തിൽ ചുംബിക്കുകയും നടന്മാരുടെ മുഖങ്ങൾ കീറിയെടുക്കുകയും ചെയ്തു. കരിക്കട്ട കൊണ്ടുവന്ന് നടന്മാർക്കും നടിമാർക്കും മീശ കറുപ്പിച്ചു. പടങ്ങളുടെ പോസ്റ്ററിന് മീതെ കരി ഓയിൽ തേച്ചു. മാനാഞ്ചിറയും പാളയച്ചന്തയും ഒഫ്യൂസൽ ബസ് സ്റ്റാൻഡും മിഠായി തെരുവും മാത്രമായിരുന്നില്ല അയാൾക്ക് കോഴിക്കോട്. ബീച്ച് ഹോസ്പിറ്റലിലെ അഴുക്ക് ജലം കടലിലെത്തുന്നതും കടൽ ഏകതാനമായ സംഗീതം പുറപ്പെടുവിക്കുന്നതും അതിനു മീതെ കെട്ടിയ പൊളിഞ്ഞ കടൽ ഭിത്തിയും എല്ലാം അയാൾക്ക് കോഴിക്കോടായിരുന്നു. ഉപ്പുജലം തട്ടിക്കുതിർന്ന സിമന്റ് കാലുകളിൽ അയാൾ കളർ ചോക്കുകൾ കൊണ്ട് ചിത്രം വരച്ചു. അയാൾ കടൽ ഭിത്തിക്ക് സമീപത്തെ പൂഴിയിൽ തെരുവു നായ്ക്കൾക്കൊപ്പം കിടന്നുറങ്ങി. മഴയില്ലാത്ത വാരാന്ത്യങ്ങളിൽ പലവർണ്ണ കുങ്കുമങ്ങൾ കൊണ്ടുവന്ന് അയാൾ ബസ് സ്റ്റാൻഡിലെ പരുത്ത തറയിൽ ദൈവചിത്രങ്ങൾ വരച്ചു. ഓം ശ്രീ മുരുകൻ തുണൈ എന്നെഴുതി. ഭക്തജനങ്ങൾ ദൈവത്തിന്റെ സ്രഷ്ടാവിന്റെ മുമ്പിലേക്ക് 50 പൈസ തൊട്ടുകളും 1 രൂപ നാണയങ്ങളും വലിച്ചെറിഞ്ഞു. തുണിപ്പീടികയിൽ നിന്നും ഗണപതി ചെട്ടിയാർ ഇറങ്ങി വന്ന് മുരുകദൈവത്തെ വരച്ചതിന് അയാൾക്ക് ചായ വാങ്ങിച്ചു കൊടുത്തു. ഉറക്കം വരാത്ത രാത്രികളിൽ അയാൾ ജാഫർ ഖാൻ കോളനിയിലെ മാരിമുത്തിന്റെ കയ്യിൽ നിന്നും റൊക്കം പണം കൊടുത്ത് കഞ്ചാവിലയിൽ തെറുത്ത ബീഡികളും വാത്തുമുട്ടയും വാങ്ങി. അയാൾ ഹനുമാൻ കോവിലിലെ മുമ്പിലിൽ നിന്നും ചുവന്ന ഉറക്കോണകമുടുത്ത് കമ്പാരാമായണം പാടി ദൈവപ്രീതിക്കായി നൃത്തം ചെയ്തു. ഗ്വാ ഗ്വാ ഗ്വാ. വെടിച്ചുകീറിയ ഉപ്പൂറ്റിയിൽ നിന്നും താർ റോട്ടിലേക്ക് ചോര കിലുങ്ങിച്ചിതറി. എന്റെ ദൈവമേ ആഞ്ജനേയ, അയാൾ ഓലിയിട്ടു. ഭക്തനെ കാപ്പാത്തുക്കുൾ. കഞ്ചാവിന്റെ രസിപ്പിക്കുന്ന പുകയിൽ അയാളുടെ ഓറഞ്ച് നിറമുള്ള കണ്ണുകൾക്ക് മയക്കം ബാധിച്ചു. ചിമ്മി അടഞ്ഞുകൊണ്ടിരുന്നു. ആഞ്ജനേയ രൂപം കണ്ണുകളിൽ അവ്യക്തമായി. കിലുങ്ങുന്ന കാലടികളോടെ അയാൾ കോവിലിന് മുമ്പിൽ കമിഴ്ന്നു കിടന്നു. ചുവന്ന മഴ കൊണ്ട പീഠഭൂമി പോലെ അയാളുടെ കാലടികൾ രക്തത്തോടെ വെണ്ടുകിടന്നു. കറുഞ്ചാരായം അയാളുടെ സിരകളെ മയക്കി. ഓർമ്മ തുടങ്ങുമ്പോൾ അയാൾ ഒരു പന്തലിലാണ്. അടുപ്പത്ത് വെന്തുമറിയുന്ന കോഴിക്കറിയിലേക്ക് അയാൾ വലിയ ഉള്ളികൾ ചൊളപറിച്ചും ചെറുങ്ങനെ അരിഞ്ഞുമിട്ടു. കണ്ണിൽ ഉള്ളിനീര് വീണ് നീറ്റലോടെ ജലം പൊടിഞ്ഞു. അയാൾ പതുക്കനെ ഈങ്ങി. എടാ മണ്ട, ഇവിടെ ഇരുന്ന് മൂങ്ങിയിട്ട് എന്താ കാര്യം? ഇനി വൈകിട്ടില്ല, വിളിച്ചു നോക്ക്. മേസ്തിരി രാഘവൻ കറിയിലേക്ക് 3 പാക്കറ്റ് മുളക് പൊടി പൊട്ടിച്ചിട്ടു. അവന്റെ ചുണ്ടിനു മീതെ പൊടിച്ച പൂച്ചരോമങ്ങളിലെ വിയർപ്പ് തീയിൽ സ്വർണമണികൾ പോലെ തിളങ്ങി. അവൻ മുണ്ടുമടക്കി കുട്ടി. പൈസ അതൊക്കെ ഉണ്ടാവടാ, ആദ്യം ഓള് വരോന്നറിയേ. അവൻ സന്തോഷത്തോടെ മുഖം മേൽപോട്ട് ഉയർത്തി മണം പിടിച്ചു. ഉറങ്ങുന്ന കല്യാണപ്പുരയ്ക്ക് ചുറ്റും അവൻ മണം പിടിച്ചു പതങ്ങി. ചാവാലിപ്പട്ടികൾ ശുഷ്കിച്ച അകിടിളക്കി അവന്റെ പുറകെ മൂങ്ങി നടന്നു. തൊഴുത്തിനരികിലെ ഭിത്തിയിലേക്ക് കാലുപൊന്തിച്ച് അവൻ മൂത്രമൊഴിക്കുകയും ജനലിൽ വിരൽ കൊണ്ട് മാന്തുകയും ചെയ്തു. അവൾ ജനല് തുറന്നപ്പോൾ മുല്ലപ്പൂക്കൾ വിരിഞ്ഞ ഒരു പങ്കക്കാറ്റ് പുറത്തേക്ക് വീശി. അവൾക്ക് പിറ്റേന്ന് കല്യാണത്തിന് ചൂടാനുള്ള മുല്ലമാലകൾ ജനലിനരികിൽ തൂക്കിയിട്ടിരുന്നു. അവൾ മുല്ലക്കറ്റൻ മാടി പുറത്തേക്ക് നോക്കി. കണ്ണീരുണങ്ങിയ അവളുടെ മുഖത്ത് മുടിയിഴകൾ ഒട്ടിനിന്നു. വരുവോ? അവൻ അവളുടെ ചുണ്ടുകൾ തൊട്ടു നോക്കാൻ ശ്രമിച്ചു. അവൾ വടക്കേപ്പുറത്തെ വാതിൽ തുറന്നു. ഇരുട്ടിലേക്ക് മുഴുവനായി തുറന്നു കിടന്ന നീളപ്പാതയിലൂടെ അവർ കൈകൾ കോർത്ത് ഇറങ്ങി നടന്നു. അവൻ ഒരു രാത്രി മനുഷ്യനോ തസ്കരനോ കൊലയാളിയോ ആയിരുന്നില്ല. ചെമ്മണ്ണ് നിറഞ്ഞ ഒരു നാട്ടിലാണ് അവർ എത്തിച്ചേർന്നത്. ചുവന്ന നാട്. കാക്കക്കുട്ടിയുടെ തൊള്ള പോലെ മണ്ണും കല്ലും വെട്ടിയ ഭൂമി ചുവന്നു കിടന്നു. രാത്രികൾ ചെമ്മണ്ണു പാറിയ മേഘങ്ങളാൽ ചുവന്നു. ചന്ദ്രനുമേൽ രക്തക്കറ പോലെ ചുവന്ന മണ്ണ് പറ്റി നിന്നു. ചെങ്കൽ ക്വാറിയുടെ കല്ല് ഭിത്തിക്ക് മേൽ ബ്ലൂബേർഡ് സിഗരറ്റിന്റെ വെണ്ണപ്പുക ഊതിയിരുന്ന്
765-ാം നാൾ കരാറുകാരൻ അയാളെ തേടിയെത്തി. അയാളുടെ പനിച്ച കണ്ണുകളും നായമീശയും പണിയെടുപ്പിക്കുമ്പോൾ അയാൾ പുറപ്പെടുവിച്ച കാട്ടുനായി മുരൾച്ചയും കരാറുകാരനെ അമ്പരപ്പിച്ചു. 30 പവൻ, 50,000 രൂപ, തങ്കം പോലെ ഒരു പെൺകുട്ടി. വിയർക്കുമ്പോൾ തന്റെ ശരീരത്തിൽ നിന്നും സ്രവിക്കപ്പെടുന്ന നായച്ചൂര് ലക്സ് സോപ്പ് കൊണ്ട് പതച്ച് അയാൾ ചെവി ഉയർത്തി. എന്റെ കല്യാണം കഴിഞ്ഞതാ. അയാൾ തകര ബക്കറ്റ് ക്വാറിയിലെ നീർഭാഗത്തേക്ക് താഴ്ത്തി വായു കുമിളകൾ ലളളളളളള എന്ന് മുകളിലേക്ക് പതഞ്ഞു. കരാറുകാരന്റെ ഒച്ച ചായപാത്രം പോലത്തെ ക്വാറിയിൽ ചുറ്റിത്തിരിഞ്ഞു. നക്ഷത്രങ്ങൾ പൊട്ടിയ ആകാശം വെള്ളിത്തുള വീണ അടുപ്പ് പോലെ ക്വാറിയെ മൂടി നിന്നു. ഓളോടിപ്പോയില്ലേ? കരാറുകാരൻ വെള്ളത്തിൽ കാലുകൊണ്ട് തട്ടി. അയാൾ പല്ലു കടിച്ചു. വെള്ളി കൊണ്ടും കല്ലുകൊണ്ടും പണിത മോതിരങ്ങൾ ഊരി അയാൾ കരയിലേക്കിട്ടു. തള്ളവിരലിലെ നീണ്ട നഖം കൊണ്ട് കക്ഷം മാന്തി. കറുത്ത ചെള്ളുകൾ നഖത്തിനടിയിൽ പറ്റിപ്പിടിച്ചു. കടൽ നായയ്ക്ക് ദേഹം നീറി. ഷണ്ടത്വം അയാൾക്കൊരു വികാരമായി മാറി തുടങ്ങിയ ദിവസങ്ങളിൽ എന്നോ ആണ് അടുത്തു കിടന്ന അയാളെ അവൾ തള്ളി നീക്കിയത്. ഒരു നായിന്റെ നാറ്റം. ദുസ്വപ്നങ്ങളിൽ തന്റെ ഹൃദയം ഞെട്ടിയ പോലെ അയാൾ കട്ടിലിനരികിലേക്ക് നീങ്ങിക്കിടന്നു. തങ്ങളുടെ പ്രേമം ആരോ മോഷ്ടിച്ചിരിക്കുന്നു. അയാൾ നെഞ്ചമർത്തി. ചെറിയ ചെള്ളുകൾ അയാളുടെ നെഞ്ചുകാട്ടിലെ രോമത്തകിടിയിലൂടെ ഓടി. സാരല്ല മോനെ, പോയോല് പോട്ടെ, ഈ സമ്മതം പറയും. അയാൾ തണുത്ത ജലത്തിലേക്ക് ചാടി കവിൾ കൊണ്ടു. മതം മാറുന്നതിനെ കുറിച്ച് അയാൾക്ക് ധാരണയുണ്ടായിരുന്നില്ല. വിവാഹം, കുടുംബം എന്നിവ പോലെ മതവും ഗൗരവമുള്ളതാണെന്ന് അയാൾക്ക് ബോധ്യമുണ്ടായിരുന്നു. തോർത്തുമുണ്ടിൽ സോപ്പ് പതപ്പിച്ച് അയാൾ കൈകൊണ്ട് ഉരച്ചു. പറ മോനെ, സമ്മതാണെന്ന് ഞാൻ ഓലോട് പറയാം. ചെറുമീനുകൾ ചെളിയിൽ നിന്നും മേൽപോട്ട് പൊന്തി വന്നു. നഗ്നമായ അയാളുടെ ശരീരത്തിൽ തൊട്ടു. പരൽമീനുകളുടെ കടിയിൽ അയാൾക്ക് ലിംഗം വേദനിച്ചു. അയാളൊരു പ്രണയിയോ വിഭാര്യനോ ഭർത്താവോ ആയിരുന്നില്ല. പൊന്നാനിയിൽ വെച്ച് മതം മാറിയതിനു ശേഷമാണ് അയാൾ അവളെ കണ്ടത്. അവളുടെ കയ്യിൽ ഖുർആൻ ഉണ്ടായിരുന്നു. അവളുടെ മുമ്പേ അവളുടെ വാപ്പ നടന്നിരുന്നു. പിടിച്ചോ? കരാറുകാരൻ അയാളോട് ചോദിച്ചു. അയാൾ വെളുത്ത വലയ്ക്കുള്ളിലായിരുന്നു. മുഖവും കൈകളും മാത്രം പുറത്ത്. അയാൾക്ക് സുന്നത്ത് ചെയ്തതും ആ കരാറുകാരനായിരുന്നു. ഇന്റെ മുത്തപ്പ! അയാൾ അലറി. അതിനുശേഷം എന്തെന്നില്ലാത്ത ഒരു ജാള്യം അയാൾക്കുണ്ടായി. ഇനി അങ്ങനെ ഉറക്കത്തിൽ പോലും വിളിച്ചൂടാ, അല്ലാന്ന് മാത്രമേ വിളിക്കാവൂ. അയാൾ മന്ത്രിച്ചു. ഗുരുവായൂരപ്പ എന്നാ സുന്നത്ത് കത്രി കണ്ടപ്പോൾ ഞാൻ വിളിച്ചത്. അനക്കറിയോ മോനെ, എന്റെ അച്ഛനും അമ്മയും ഇപ്പോഴും തീയന്മാറാ, ഞാൻ മുസ്ലിമും. ഒരു രഹസ്യം കേട്ടതിൽ അയാളുടെ ചെവി പൊള്ളി. വിവിധങ്ങളായ വാക്കുകൾ. രഹസ്യത്തിന്റെ കൈമാറ്റത്തിൽ പലപ്പോഴും രഹസ്യവാക്കുകൾ, കൺവാക്കുകൾ. ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടി അയാളെ നോക്കി ചിരിച്ചു. തടങ്കലിൽ അടയ്ക്കപ്പെട്ട ലിംഗവുമായി അയാൾ എട്ടുകാലിയെ പോലെ കട്ടിലിൽ കിടന്നു. മൂത്രമൊഴിക്കാൻ മുട്ടിയപ്പോഴൊക്കെ കത്തികൊണ്ട് വരഞ്ഞ മാംസത്തിൽ വരഞ്ഞ വേദനയിൽ അയാൾക്ക് നീറി. അയാൾ ഒരു മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല. 3 കുട്ടികൾ അയാളെ വാപ്പ എന്ന് വിളിച്ചു. ഇളയ പെൺകുട്ടിക്ക് കൈപ്പത്തിയിൽ ഒരു മറുകും വരച്ചു വെച്ചതുപോലെ ആകൃതിയുള്ള ചുണ്ടുകളും ഉണ്ടായിരുന്നു. അയാളുടെ അമ്മയ്ക്കുണ്ടായിരുന്നത് പോലെ ചുവന്ന ഉള്ളിയുടെ നിറമുള്ള ചുണ്ടുകൾ. അയാൾക്ക് 10 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചിരുന്നു. ഓർമ്മയിലെല്ലാം അമ്മ വാർദ്ധക്യം ബാധിച്ച ഒരു സ്ത്രീയാണ്. ചുളിഞ്ഞ തൊലിയും നരച്ച മുടിയും താട തൂങ്ങിയ കഴുത്തും അവർക്കുണ്ടായിരുന്നു. അകാല വാർദ്ധക്യ മരണമാണെന്ന് രാഘവൻ മേസ്തിരി ഇടയ്ക്കിടെ അവനോട് പറയും. കടൽപ്പുറത്തെ പാലത്തിന് താഴെ വാവുനാളിലാണ് അമ്മ അയാളെ പെറ്റത്. അമ്മയുടെ ആദിമ നിലവിളി കടൽക്കാറ്റിൽ ചുറ്റിത്തിരിഞ്ഞു മത്സ്യകന്യകയുടെ പാട്ടായി രൂപാന്തരപ്പെട്ടു. അത് കേട്ട് നായ്ക്കൂട്ടം അവർക്ക് ചുറ്റും കാവൽ നിന്നു. മഴക്കാറിൽ മിന്നിയ കൊള്ളിമീനുകൾ വെള്ളിവാൾ പോലെ വജ്രക്കടലിൽ താണുപോയി.
നായ്ക്കൾ ഓലിയിട്ട് ആനന്ദ നൃത്തം ചവിട്ടി കുരച്ചു. ചോരയിലും ശരീരസ്രവങ്ങളിലും കുതിർന്ന അയാളുടെ കുഞ്ഞു ശരീരത്തെ അമ്മ നായ്ക്കൾക്ക് തിന്നാൻ കൊടുത്തു. അയാൾ തൊണ്ട പൊട്ടി കരഞ്ഞപ്പോൾ പാല് നിറഞ്ഞ അമ്മയുടെ അമ്മിഞ്ഞകൾ തനിയെ ചുരന്നു. അയാൾ നായ്ക്കളുടെ അകിട് ചപ്പി. അവ അയാൾക്ക് വേണ്ടി മൃഗഗന്ധമുള്ള മുലപ്പാൽ ചുരത്തിക്കൊടുത്തു. എച്ചിൽ കിട്ടാത്ത വിശപ്പിൽ പോലും നായ്ക്കൾ അയാളെ തിന്നില്ല. നായക്കുഞ്ഞിനെ എന്ന വണ്ണം നീലഞരമ്പോടിയ കുഞ്ഞുദേഹം അവ നക്കി. അവയുടെ തുപ്പലിൽ അയാളുടെ ഉടൽ മുഴുവൻ നായ്ക്കളുടെ ജൈവച്ചൂരിൽ മുങ്ങി. ഭ്രാന്തിയായിരുന്ന അയാളുടെ അമ്മയ്ക്ക് അയാളെ വേണ്ടായിരുന്നു. അയാൾ അമ്മയെ ഓർമ്മിപ്പിച്ച ഇളയ പെൺകുട്ടിയെ അമ്മിണിക്കുട്ടി അമ്മിണിക്കുട്ടി എന്ന് വിളിച്ചു. അപ്പോഴെല്ലാം നായ്ക്കളുടെ കപട മാതൃത്വം മുറ ചുരന്ന് ഉള്ളിൽ നിന്നും സ്വയം അയാളെ വിളിച്ചു, നായിന്റെ മോനെ. അയാൾ പശ്ചാത്താപത്തോടെ വീണ്ടും നായ്ക്കളെ വളർത്താൻ ആരംഭിച്ചു. നായകളെ വീട്ടിൽ വളർത്തുന്നതിനും സ്പർശിക്കുന്നതിനും ഇസ്ലാം എതിരായിരുന്നു. അതിനാൽ അയാളുടെ ഭാര്യ ഭയത്തോടും മറപ്പോടും നായ്ക്കളിൽ നിന്നും അകന്നു നിന്നു. വേണ്ട എന്നു പറയുവാൻ അവൾ ഭയപ്പെട്ടു. എന്നാൽ നായ്ക്കളുടെ ഗന്ധം മുറികളിലും അടുക്കള ചുമരുകളിലും കക്കൂസുകളിലും അയാളുടെ ദേഹത്തും നിറഞ്ഞപ്പോൾ അവൾ മടിച്ചു പറഞ്ഞു, ഇക്ക, നായി നമുക്ക് ഹറാമാണ്. അയാൾ ശക്തിയോടെ ചേർത്ത് പിടിച്ചപ്പോൾ അവൾ മുഖം ബലമായി അയാളുടെ നെഞ്ചിൽ നിന്നും തിരിച്ചു. അവളുടെ ഇരട്ടി കരുത്തുണ്ടായിട്ടും ഞരമ്പുകളിൽ ആ നിമിഷം അയാൾക്ക് ഷണ്ടത്വം അനുഭവപ്പെട്ടു. അയാൾ പറശ്ശിനിക്കടവിലേക്ക് നാടുവിട്ടു. മുത്തപ്പൻ കാവിൽ അയാൾക്ക് സുരക്ഷിതത്വം അനുഭവപ്പെട്ടു. മുത്തപ്പന്റെ വാഹനം നായയായിരുന്നു. മുത്തപ്പൻ നട്ടുച്ചയ്ക്ക് വേട്ടക്കിറങ്ങി. മുത്തപ്പൻ പനങ്കള്ള് ചെത്തിക്കുടിച്ചു. അയാളുടെ മൃഗം നായയായിരുന്നു. അമ്മ കുപ്പാത്തിയെ പോലെ അയാൾ കുപ്പയിൽ നിന്നും നായ്ക്കുഞ്ഞുങ്ങളെ പെറുക്കിയെടുത്തു. അവയ്ക്ക് ഊണ് കൊടുത്തു. തണുത്തപ്പോൾ അവയെ കെട്ടിപ്പിടിച്ചുറങ്ങി. വിശന്നപ്പോൾ അവയുടെ പച്ച മാംസം ചുട്ടുതിന്നു. ദാഹിച്ചപ്പോൾ മുത്തപ്പന് വെച്ച തെങ്ങിൻ കള്ള് കട്ടുകുടിച്ചു. വീട്ടിൽ നിന്നും പിണങ്ങി വരുമ്പോൾ കയ്യിലുണ്ടായിരുന്ന കത്തിയായിരുന്നു അയാളുടെ ഏക ഉപജീവന മാർഗം. ടം 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 അമുൽ പാൽപ്പൊടിയുടെ ടിന്നിൽ അയാൾ കല്ലുകൊണ്ട് കത്തി കൊണ്ട് ദേഹം വരഞ്ഞു കീറി. ചുണ്ടുകൾ കടിച്ചു പൊട്ടിച്ചു. ആണുങ്ങൾ കൈയടിച്ച് അത് പ്രോത്സാഹിപ്പിച്ചു. സ്ത്രീകൾ ഭീതിയോടെ ശ്വാസമടക്കി. കുട്ടികൾ അത് കണ്ട് ഞെട്ടിക്കരഞ്ഞു. കട്ടച്ചോര ഉറഞ്ഞ ദേഹവും മുറിഞ്ഞു പഴുത്ത ചുണ്ടുമായി അയാൾ പിച്ച തെണ്ടി. അയാളുടെ കുട്ടികൾ വീട്ടിൽ വിശന്നു കരഞ്ഞു. അയാൾ ഒരു ഭക്തനോ ഭിക്ഷുവോ നാടോടിയോ ആയിരുന്നില്ല. കാവിൽ ഉത്സവം വന്നപ്പോൾ അയാൾ ബലൂണുകൾ വിറ്റു. പീപ്പികൾ ഊതി. റബ്ബർ പന്തുകളും മാലകളും അയാൾ വിൽപ്പനയ്ക്കായി തൂക്കിയിട്ടു. അയാൾ വളകളിട്ട് കൊടുക്കുമ്പോൾ സ്ത്രീകളിൽ പലരും ഇക്ലി പൂണ്ട് ചിരിച്ചു. തങ്ങളിൽ ഒരുവളെന്ന പോലെ ക്ഷൗരം ചെയ്ത് പച്ചയിൽ മിനുങ്ങുന്ന അയാളുടെ മുഖത്തേക്ക് നോക്കി. അവർ അസൂയയോടെ നെടുവീർപ്പെട്ടു. താൻ സ്ത്രീത്വത്തിലേക്കുള്ള പരിണാമ ചക്രത്തിലേക്കാണെന്ന് അയാൾക്ക് തോന്നിയതും ഇക്കാലത്താണ്. തുകൽ ചണ്ടയുടെ താളത്തിനൊത്ത് അയാൾ നൃത്തച്ചുവടുകൾ വെച്ചു. മുടി നീട്ടി വളർത്തി സാരി ധരിച്ചു. പെണ്ണുങ്ങൾക്കൊപ്പം അയാൾ പൊങ്കാലയിട്ടു. അയാളുടെ മുസ്ലിം കുട്ടികൾ വാപ്പയെ വിളിച്ചു കരഞ്ഞു. അയാൾ ഒരു സ്ത്രീയോ പുരുഷനോ നപുംസകമോ ആയിരുന്നില്ല. മിഠായി തെരുവ് രാത്രി നഗരവേശ്യകളുടേതാണ്. മേൽപ്പാലങ്ങളുടെ ചുവട്ടിലും മൂത്രപ്പുരയ്ക്ക് പുറകിലും നിന്ന് അവർ കൺമഷി എഴുതി. ഷഡ്ഭുജങ്ങളുള്ള കണ്ണാടി തുണ്ടിൽ നോക്കി നാവുകൊണ്ട് ചുണ്ടിൽ പിടിപ്പിച്ച് ചായം തേച്ചു. അവരുടെ മിനുസം കുറഞ്ഞ തൊലി വഴിവിളക്കിന്റെ പ്രകാശം തട്ടി ഉജ്ജ്വലിച്ചു. കണ്ണുകൾ പക്ഷേ മഷിയുടെ മിഴിവിലും പ്രകാശിച്ചതേയില്ല. പോലീസ് പിടിച്ചപ്പോഴെല്ലാം അയാളെയും സ്ത്രീകളുടെ ജയിലിലാണ് ഇട്ടിരുന്നത്. അവിടുത്തെ പഴയ സൗഹൃദം കാണുമ്പോഴെല്ലാം അയാൾ പുതുക്കി. അവരോട് സംഘം ചേർന്ന് പുരുഷന്മാരെ മയക്കിയ സംഭവം ഇടയ്ക്കുണ്ടാകാറുണ്ട്. കോഴിക്കോട്ടെ പ്രധാന വേശ്യ താനാണെന്ന മട്ടിൽ അയാൾ താജ് റോഡിൽ കുത്തിയിരിക്കും. മാവൂർ റോഡിലാണെങ്കിൽ പത്രക്കാരൻ സാറന്മാർ പരിചിത ഭാവത്തോടെ അയാളോട് ചിരിക്കും.
അയാൾ ഒരു കവർ വറുത്ത കടല വാങ്ങി കടൽത്തിണ്ണയിൽ ഉറങ്ങുന്നവരുടെ ദേഹത്തേക്ക് തോൽ ഊതിവിട്ടു. നിറയെ വളകൾ ധരിച്ച ഒരു പുതിയ പെൺകുട്ടി അയാൾക്കരികിൽ വന്നിരുന്നു. അവൾക്ക് ആകൃതിയൊത്ത ചുണ്ടുകളുണ്ടായിരുന്നു. കൈവെള്ളയിലെ കറുത്ത മറുക് കണ്ടപ്പോൾ അയാൾക്ക് അമ്മയെ ഓർമ്മ വന്നു. പുതിയതാ? അവൾ തലയാട്ടി. വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചു എന്നതൊഴിച്ചാൽ നഗരത്തിലെ പെൺകുട്ടിയുടെ മുഖം അവൾക്കുണ്ടായിരുന്നില്ല. ചെമ്മണ്ണുപെട്ടി വെടിച്ച ചെറിയ കാൽപാദങ്ങളിലെ നഖം അവൾ അടക്കിക്കൊണ്ടേയിരുന്നു. അയാൾ ചെമ്മണ്ണ് നിറഞ്ഞ നാട്ടുവഴികളിലൂടെ സഞ്ചരിച്ച് ഖുർആൻ വായിക്കുന്ന തന്റെ ഭാര്യയെയും പെൺകുട്ടികളെയും ഓർത്തു. ചേച്ചി, ആരെങ്കിലും വരുവോ? അവൾ അയാളുടെ ചേലയിലേക്കും മുറുക്കി ചുവപ്പിച്ച ചുണ്ടിലേക്കും പകപ്പോടെ നോക്കി. ചേട്ടന്മാര് വരും. അയാൾ വിഗ്ഗിൽ കുത്തിയ മുല്ലപ്പൂവിൽ നിന്നും ഒരു കഷ്ണം പൊട്ടിച്ചെടുത്ത് അവൾക്ക് നൽകി. വെച്ചോ. പെൺകുട്ടി അയാളുടെ വെള്ളി മോതിരങ്ങളിലേക്ക് നോക്കി. അയാൾ ഉൾക്കിടിലത്തോടെ കൈകൾ മറിച്ചു. മോളുടെ പേരെന്താ? അയാൾ വിഗ്ഗിൽ നിന്നും പെയിനെടുത്ത് ഞെടിച്ചു. അമ്മണി. അമ്മണിക്കുട്ടി. ഗ്വാ ഗ്വാ. അയാളുടെ ഉള്ളിൽ ആത്മനിന്ദ മുരണ്ടു. സൂക്ഷിച്ചും കണ്ടും നിന്നാ മതി, പൈസ തോനെ ഉണ്ടാക്കാം. അയാളൊരു വിടലച്ചിരി ചിരിച്ചു. അവളും ചിരിച്ചു. പക്ഷേ ഇങ്ങനെ ഒരുങ്ങിയ പോരാ, ഞാൻ കാണിച്ചു തരാം. അയാൾ അവളുടെ ദാവണി ഊരി ശരിക്ക് ഞൊറിയിട്ട് കൊടുത്തു. മുടി കോതി മുല്ലപ്പൂ വെച്ചു കൊടുത്തു. നമ്മളാ ദേവദാസികള്. നമ്മളെ ദൈവം ആരാന്നറിയോ? ആരാ? അറുവാണിച്ചി. അയാൾ പല്ല് കടിച്ചു. പൊട്ടുകുത്തി അവൾക്ക് കണ്ണെഴുതിച്ചപ്പോഴേക്കും 2 പേർ വന്നു. ഒരാൾ മധ്യവയസ്കനായ ഒരു കച്ചവടക്കാരനും മറ്റൊരാൾ ജോലിക്കിറങ്ങിയ പോലീസുകാരനുമായിരുന്നു. മധ്യവയസ്കൻ ആസക്തിയോടെ അയാളെ മേനകി എന്ന് വിളിച്ചു. പോലീസുകാരൻ അവളെ എന്റെ സുന്ദരിപ്രാവേ എന്ന് വിളിച്ചു. അയാളുടെ ഉള്ളിൽ 1000 നായ്ക്കൾ ഒരുമിച്ചമറി. എങ്കിലും അയാൾ മധ്യവയസ്കനോടൊപ്പം തെക്കോട്ടും അവൾ പോലീസുകാരന് പുറകെ കിഡ്സൺ കോർണറിലേക്ക് നടന്നു. പെൺകുട്ടിയുടെ അമർത്തിയ നിലവിളി കേട്ട പോലെ തോന്നിയപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കി. എന്തുപറ്റി? മധ്യവയസ്കൻ അന്വേഷിച്ചു. ഒന്നുമില്ല. പാവം മത്സ്യകന്യക, അത് പാട്ടുപാടുകയാണ്. അയാൾ ഷണ്ടനോ പിതാവോ കവിയോ ആയിരുന്നില്ല. അയാൾ നായയായിരുന്നു. ഒരു കടൽ നായ. താങ്ക് യു. ബക്രീദ് ദിനാശംസകൾ. ഈ ദുരിതകാലത്തും ഇങ്ങനെയൊരു വിർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ സാഹിത്യവേദിയുടെ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കറിയാം, വിശ്വ സാഹിത്യത്തിന്റെ ചരിത്രത്തിലുടനീളം ഏത് ദുരിതകാലത്തും ഇതുപോലെയുള്ള മഹാമാരിയുടെ കാലത്തുമെല്ലാം ഭാവനയുടെ ഉന്നതമായ അടയാളപ്പെടുത്തലുകൾ നാം കണ്ടിട്ടുണ്ട്. യൂറോപ്പിൽ 14-ാം നൂറ്റാണ്ടിൽ പ്ലേഗ് പിടിപെട്ട കാലത്ത് ഫ്ലോറൻസിൽ പാലായനം ചെയ്ത 10 കഥാപാത്രങ്ങളിലൂടെ 10 പേർ ഒരു പള്ളിയിൽ വെച്ച് ഒരുമിച്ച് കണ്ടുമുട്ടുകയും അവർ ഇന്നത്തെ കാലത്തേതുപോലെ നിർബന്ധിതമായ ഒരു അടച്ചിരിപ്പിൽ അവർ നടത്തുന്ന കഥാകഥനവുമാണല്ലോ നമ്മുടെ ഡെക്കാമറൻ കഥകൾ. രോഗാതുരമായ അന്തരീക്ഷത്തിൽ കഴിയേണ്ടി വരുന്ന മനുഷ്യരുടെ മനസ്സിന് ആശ്വാസം നൽകാൻ ഭാവനയുടെ ഒരു ലോകം തന്നെ സൃഷ്ടിക്കുകയാണ് ബൊക്കാച്ചിയോ ഡെക്കാമറൻ കഥകളിലൂടെ ചെയ്തിരിക്കുന്നത്. 10 പേർ 10 ദിവസങ്ങളിലായി 10 കഥകൾ, അങ്ങനെ 100 കഥകൾ. അതുപോലെ 100 കഥകളുമായി നിങ്ങളുടെ മുന്നിൽ എത്താൻ സാധിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇന്ന് ശബ്ദ കഥകളുടെ തോരാമഴ ഞങ്ങൾ ആരംഭിക്കുന്നത്. മലയാളത്തിലെ നമ്മുടെ
പ്രിയ എഴുത്തുകാരും ധാരാളം വായനക്കാരും നമുക്കൊപ്പം ചേരാമെന്ന് ഏറ്റിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ വിശ്വസാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ചെറുകഥകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയായിരിക്കും ഈ ശബ്ദകഥകളുടെ തോരാമഴ. നമ്മുടെ മലയാളത്തിലെ പ്രിയ എഴുത്തുകാർ അവരുടെ ശബ്ദത്തിൽ സ്വന്തം കഥകൾ വായിക്കുന്നത് നമുക്ക് കേൾക്കാം. ഇന്ന് ഇത്തരമൊരു പരിപാടി ആരംഭിക്കുമ്പോൾ നമുക്ക് ഇന്ന് ശബ്ദകഥകളുടെ തോരാമഴ ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട കാരശ്ശേരി മാഷിനെയാണ്. മാഷിനോടുള്ള നമ്മുടെ സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ സാഹിത്യ ചർച്ചകളിൽ നമുക്കിടയിൽ എപ്പോഴും പറയുന്ന ഒരു പേരാണ് ശ്രീമതി ഇന്ദു മേനോൻ. സാഹിത്യവേദിയുടെ പരിപാടികളിൽ എപ്പോഴെങ്കിലും അതിഥിയായി ഇന്ദു മേനോനെ എത്തിക്കണമെന്നത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. ഇന്ന് ആദ്യ കഥ വായിക്കുന്നത് ഇന്ദു മേനോനാണ് എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അവരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. കൂടാതെ ഒരുപാട് പേർ എഴുത്തുകാർ അവരുടെ കഥകളുമായി നമുക്ക് മുന്നിലെത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അവരെ എല്ലാവരെയും സ്നേഹത്തോടെ സ്മരിക്കുന്നു. ഈ പരിപാടി നമ്മൾ ഉദ്ദേശിക്കുന്നത് ആഴ്ചയിൽ 2 ദിവസം, ബുധനാഴ്ചയും ശനിയാഴ്ചയും ഓരോ കഥകൾ വീതം നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കാൻ സാധിക്കും എന്ന വിശ്വാസത്തോടെയാണ് ഞങ്ങളിത് ആരംഭിക്കുന്നത്. അതിനായി നിങ്ങളെല്ലാവരുടെയും തുടർന്നും സാഹിത്യവേദിയുടെ എല്ലാ പരിപാടികളിലും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബക്രീദ് ദിന ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.